കർത്താവിൻ്റെ വലിയ കൃപകളെ ഓർത്ത് കർത്താവെ നന്ദി പറയുന്നു എന്ന് പറഞ്ഞാട്ടെ. പാട്ടുകളെ പാടിന്ന് പകലിൽ ആ നല്ല കർത്താവിനെ മഹത്വപ്പെടുത്താം. അങ്ങനെ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ലാഹുവിൻ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ലാഹുവിൻ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീയല്ലോ ഞങ്ങൾക്കായി മന്നിടത്തിൽ വന്നതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീചരാം ഞങ്ങളുടെ പാപമെല്ലാം ഏറ്റതും, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശു, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലാതില്ലാഹുവിൻ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലാതില്ലാഹുവിൻ ആഗ്രഹിപ്പാനാരുമേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള. കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കാ, കാൽവരി മലമുകൾ ഏറി നീ ഞങ്ങൾക്കാ, കാൽകരം ചേർന്നു തൂകി മരിച്ചു ഇരേകിയ, കാൽകരം ചേർന്നു തൂകി മരിച്ചു ഇരേകിയ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, അന്നോ ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു, ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ, ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേ. ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന, ശത്രുവിനഗ്നിയസ്ത്രം ശക്തിയോടെ എതിർക്കുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, മാത്രയിൽ ജയം തന്നു കാത്തു സൂക്ഷിച്ചിടുന്ന, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ, നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ,
ജനകനുടെ വാല അമർന്നു നീ നിങ്ങൾക്കായി. ജനകനുടെ വാല അമർന്നു നീ ഞങ്ങൾക്കായി. ദീനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന, ദീനം പ്രതി പക്ഷവാദം ചെയ്തു ജീവിച്ചിടുന്ന നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം നഷ്ടമാകിലും, ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ. ലോകക്കാർ നിത്യം ദുഷിച്ചിടിലും പൊന്നേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു പോറ്റുന്നു. അന്നു ഞങ്ങൾക്കുള്ളതെല്ലാം തന്നു. ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ. ഇന്നുമെന്നും കൂടെയുണ്ട് നുള്ള വാക്കു തന്നവൻ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്ത്. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള, ഓ നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലാതില്ല ഭൂമി ആഗ്രഹിപ്പാനാരുമേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. 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 നീയല്ലോ ഞങ്ങൾക്കുള്ള യേശുവേ. നീയല്ലോ ഞങ്ങൾക്കുള്ള ദിവ്യ സമ്പത്തേശുവേ. ആ കരങ്ങളടിച്ച് നല്ല കർത്താവിന് ഇന്ന് പകലിൽ ശക്തിയോടെ നാമത്തിനും മേലായ നാമമാണ് നമ്മുടെ യേശുവിൻ്റെ നാമം. സകല മാനവും മഹത്വവും പുകഴ്ചയും എല്ലാ ബഹുമാനവും എല്ലാ ശക്തിയും സ്വീകരിപ്പാൻ ആ നല്ല കർത്താവ് യോഗ്യനാണ്. കാരണം 2026 വർഷങ്ങൾക്ക് മുമ്പേ എന്നെ നിങ്ങളെയും കർത്താവ് വിലയ്ക്ക് വാങ്ങി കർത്താവിൻ്റെ രക്തത്തെ കൊടുത്ത് ഈ ഭൂമിയിൽ മറ്റൊരു വിലയും ഇല്ലാതിരുന്ന എന്നെ നിങ്ങളെയും കർത്താവിൻ്റെ സ്നേഹത്താൽ തൻ്റെ പുത്രനെ ഈ ലോകത്തേക്ക് അയച്ച് ആ പുത്രൻ്റെ അവസാനത്തുള്ള രക്തവും വെള്ളവും എനിക്കും നിങ്ങൾക്കായി ചീന്തി
ദൈവം നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുമ്പോൾ മറ്റൊരിടത്തും കിട്ടാത്ത വിലയാണ് കർത്താവ് നമുക്ക് ഇന്ന് ഈ ലോകത്ത് നൽകിയിരിക്കുന്നത്. മറ്റൊരു ദേശത്തും കിട്ടാതെ, മറ്റാർക്കും കിട്ടാത്തതായ ഒരു മഹാഭാഗ്യമാണ് ദൈവമക്കളായ നമുക്ക് ദൈവം നൽകിയിരിക്കുന്നത്. ആ കർത്താവിനെ ഒരു ഗാനം കൂടെ പാടി ഇന്ന് പകലിൽ ആരാധന കൊടുക്കാൻ അതിനായി കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കട്ടെ. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പെരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. ഞാൻ യഹോവയ്ക്കാൻ കാത്തുകാത്തല്ലോ, അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. ഞാൻ യഹോവയ്ക്കാൻ കാത്തുകാത്തല്ലോ, അവനങ്കലേക്കു ചാഞ്ഞു വന്നല്ലോ. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. നാശകരമായ കുഴിയിൽ നിന്നും കുഴഞ്ഞ ചേറ്റിൽ നിന്നും എന്നെ കയറ്റി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. എൻ്റെ കാൽകളെ പാറമേൽ നിർത്തി എൻ ഗമനത്തെ സുസ്ഥിരമാക്കി. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ ദൈവത്തിന് സ്തുതിയും തന്നെ. പുതിയൊരു പാട്ടെനിക്കു തന്നു, എൻ ദൈവത്തിന് സ്തുതിയും തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ശക്തിയും ബലവും യേശുവിന്. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. എൻ്റെ കർത്താവേ, എൻ്റെ യഹോവേ, നീ ഒഴികെ എനിക്കൊരു നന്മയുമില്ല. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ
അവർ എനിക്കു ശ്രേഷ്ഠന്മാർ തന്നെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. യേശു നല്ലവൻ, അവൻ വല്ലഭൻ, അവൻ ദയയോ എന്നുമുള്ളത്. പേരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക അവന്റെ നാമം. പേരുവെള്ളത്തിൻ ഈരച്ചിൽ പോലെ സ്തുതിച്ചിടുക. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. മഹത്വവും ജ്ഞാനവും സ്തോത്രവും ബഹുമാനം ശക്തിയും ബലവും എന്നേശുവിന്. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. തൻ്റെ കരുണ എത്രയോ അതിവിശിഷ്ടം, തൻ സ്നേഹമാശ്ചര്യമേ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമല്ല അകറ്റിയ തൻ്റെ സ്നേഹത്താ. ലംഘനങ്ങളും എന്നാകൃത്യങ്ങളുമല്ല അകറ്റിയ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവും അവൻ. രോഗശയ്യയിലെനിക്കു സഹായകനും രാക്കാലഗീതവും അവൻ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. നല്ല വൈദ്യനും ദിവ്യ ഔഷധവുമൻ ആത്മസഖിയും അവൻ തന്നെ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ. റിയാന്ത ഷട്ടാല റിക്കാലാത ചൂടാര താര റിബാലാത റിമാന താരാത. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്വ അവകാശം ഞാനും പ്രാപിപ്പാം. തേജസ്സിൽ വാസം ചെയ്യുന്ന വിശുദ്ധരത്വ അവകാശം ഞാനും പ്രാപിപ്പാം. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. ദിവ്യാത്മാവാ ശക്തീകരിച്ചെന്നെയും തൻ സന്നിധിയിൽ നിർത്തിയിടുമേ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ.
യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. സിയോനിൽ വാണിടുവാനായി വിളിച്ചു തന്റെ ശ്രേഷ്ഠോപദേശവും തന്നു. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം തുള്ളുന്നേ. എന്തൊരത്ഭുതം ഈ വൻ കൃപയെ ഓർക്കുമ്പോൾ നന്ദി കൊണ്ടെന്നുള്ളം. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ള. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. റിയാന്ത ഷടാല റിബാല താരാത ചൂടാര താര ധീരമാന റിബോലോജോ. സർവ സൃഷ്ടികളും ഒന്നാ പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. സർവ സൃഷ്ടികളും ഒന്നായി പുകഴ്ത്തിടുന്ന സൃഷ്ടാവിനെ സ്തുതിക്കും ഞാൻ. യേശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം പോഷിച്ചിടും പൊന്നുനാഥനെ. ഈശോണിതലത്തിൽ ജീവിക്കുന്ന നാളെല്ലാം പോഷിച്ചിടും പൊന്നു. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. എത്ര നല്ലവൻ, ഇന്നുമെന്നും കൂടെയുള്ളവൻ. യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ, യേശു മാറാത്തവൻ. ലിബാല ഷടാല റികാല താരാല ചൂടാബാല റിബോലോ ചോറു ഇകാലാത ഷൈഡ താര താര ചൂടാബാല റിബോലോ ചോറിമാന ഷടാലാര ചൂടാബാല റികാല താര റിമാന താരാല ഷടാല റിബാലാത ചൂടാല ധീരമാന റികാല ചൂടാബാലാത റികാലാത ചൂടാല താര റികാല താരാലാര ഷൈഡ ചൂടാരാത റിമാനികാല താരി ബോലോ ഷൈഡ താരാത റിമാനാഥ ചൂടമാന റികാലാത ഷടാല റിമന രഗത രഗജ വൈഡം ചാരം രഗതം ലിബാല ധാര ചൂടാബാല റികോലോ തോ ഷടാല റിമനര ചുടബാരഗജ രഗജാരവനം ഷൈഡാര ചുടമന വൈഡാര താരാല റിബാലാത ചൂടാരാത രഗജ രഗജ ശബ്ദാരാല ചൂടമാന ഷടാല റിബാല താരാല ചൂടമാന റിയാൻ ഥോരു ലോറോ ബോലോ ഷാറ്റിരിയാൻ തേരിയ ലാബാല ഥൂഡാല റമാന ചൂടാല തേരിയ ലാഷ്മല റിബോലോ ഥോരോ ലോറോ ബോലോ റിയാൻ താരാല മാന ജൂഡാല താരാല റിയാൻ താരാല ഷ്മാൻറ്റീരിയ റിയാൻ ഥോരോ ലോബോരോ ലീബര ഥുരാല റമാന ഷാറ്റിരിയാൻ തേരിയ. കർത്താവേ, നാമം ചൊല്ലി ജനത്തെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളോട് ഞങ്ങൾ സംസാരിച്ച കൃപയ്ക്കായി സ്തോത്രം കർത്താവേ. ഇനി ആഴത്തിൽ ഞങ്ങളോട് അങ്ങ് ഇടപെടണം. അങ്ങയുടെ ശബ്ദത്തിനായി ഞങ്ങൾ കാതു കോർച്ചിരിക്കുന്നു കർത്താവ്. അതിനായി ഞങ്ങളെ സഹായിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ശബ്ദമുയർത്തി രാമയം പറഞ്ഞേ, ശബ്ദത്തെ ഉയർത്തി രാമയം പറഞ്ഞേ. ആ കരങ്ങളെ അടിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് സങ്കീർത്തനങ്ങൾ 128 വാക്യപ്രതി വാക്യമായിട്ട് വായിക്കാം. സങ്കീർത്തനങ്ങൾ 128. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ. നിന്റെ ഭാര്യ നിന്റെ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിന്റെ മക്കൾ നിന്റെ മേശയ്ക്ക് ചുറ്റും ഒലിവു തൈകൾ പോലെയും ഇരിക്കും.
യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. നൂറ്റി 28 സങ്കീർത്തന വേദഭാഗം നോക്കുകയാണെങ്കിൽ ദാവീദിൻ്റെ ആരോഹണ ഗീതം എന്നറിയപ്പെടുന്ന ഒരു സങ്കീർത്തന വേദഭാഗമാണ്. ഇതിൽ 6 വാക്യങ്ങളും അനുഗ്രഹിക്കപ്പെട്ട വചനങ്ങളാണ്. യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ വഴികൾ നടക്കുന്ന ഏവനും ഭാഗ്യവാൻ എന്നാണ് സങ്കീർത്തനക്കാരനായിരിക്കുന്ന ദാവീദ് ഇവിടെ പറയുന്നത്. ദൈവത്തെ ഭയപ്പെട്ട് അവൻ പറയുന്ന വഴികളിൽ നടക്കുന്ന ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന കുറച്ച് നന്മകൾ ഈ ഭാഗത്ത് കാണുന്നു. അപ്രകാരം നടക്കുന്ന ഒരു മനുഷ്യൻ അവൻ ഏറ്റവും ഭാഗ്യവാനായിരിക്കുമെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അവൻ്റെ ഭവനത്തിനകത്ത് അവൻ്റെ കൈകളുടെ അധ്വാന ഫലം അവൻ കഴിക്കുമെന്നാണ് വേദഭാഗം പറയുന്നത്. കടം വാങ്ങുകയില്ല, താൻ അധ്വാനിക്കുന്നതിൻ്റെ നന്മ അവൻ കാണും. അവൻ സ്വന്തമായിട്ട് അധ്വാനിച്ച് അതിൻ്റെ ആ ഫലം തൃപ്തിയോടുകൂടെ അവൻ അനുഭവിക്കുമെന്നുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമാണ്. അവൻ ഭാഗ്യവാനായിരിക്കും, നിനക്ക് നന്മ വരും. നിൻ്റെ ഭാര്യ വീട്ടിനകത്ത് ഫലപ്രദമായ മുന്തിരിവള്ളി പോലെയും നിൻ്റെ മക്കൾ നിൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെയും ഇരിക്കും. ഈ ഭാഗത്ത് നാം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഭവനത്തിനകത്ത് ഭാര്യ വീട്ടിനകത്തെ ഫലപ്രദമായിട്ടുള്ള ഒരു മുന്തിരിവള്ളി പോലെ ആയിരിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ വർണ്ണിച്ചിരിക്കുന്നത്. ഇത് നീതിമാൻ്റെ ഭവനത്തിനകത്തുള്ള അനുഗ്രഹിക്കപ്പെട്ട കാര്യമാണ് പറയപ്പെടുന്നത്. അവൻ്റെ മക്കൾ തൻ്റെ മേശയ്ക്ക് ചുറ്റും ഒലിവ് തൈകൾ പോലെ ഇരിക്കും. അനുസരണയുള്ള മക്കളായിരിക്കും. അനുഗ്രഹിക്കപ്പെട്ട ഭാര്യ അവന് ലഭിക്കും. അവൻ അധ്വാനിക്കുന്നത് തൃപ്തിയോടുകൂടെ കഴിക്കുവാനുള്ള നന്മ ദൈവം കൊടുക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും. ഇത് യഹോവ ഭക്തനായിരിക്കുന്ന ഒരു മനുഷ്യനെ അവനെയാണ് ദൈവം അനുഗ്രഹിക്കുമെന്നും അവനാണ് ഇപ്രകാരമുള്ള നന്മ ലഭിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. യഹോവ സിയോനിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിൻ്റെ നന്മയെ കാണും. ദൈവം ഒരു മനുഷ്യനെ അനുവദിച്ചിരിക്കുന്ന ഈ ഭൂമിയിൽ ജീവിപ്പാൻ അനുവദിച്ചിരിക്കുന്ന നിമിഷം അത്രയും അവൻ യഹോവ ഭക്തനായിട്ടിരിക്കുകയാണെങ്കിൽ അവൻ്റെ മരണം വരെയും യഹോവയ്ക്ക് പ്രയോജനമുള്ളവനായിട്ട് ജീവിച്ചാൽ അവൻ ദൈവം ശേഷിച്ചിരിക്കുന്ന ആയുഷ്കാലമൊക്കെയും അവൻ ഈ ഭൂമിയിൽ നന്മ അനുഭവിക്കുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്മേൽ സമാധാനമുണ്ടാകട്ടെ. മക്കളുടെ നന്മ മാത്രമല്ല, മക്കളുടെ മക്കൾ 4 തലമുറ അനുഗ്രഹിക്കുന്ന ഒരു ദൈവത്തെയും ആ അനുഗ്രഹം വാങ്ങുവാൻ ഒരു നന്മയുള്ള അല്ലെങ്കിൽ ആ അനുഗ്രഹം പ്രാപിപ്പാൻ വാഞ്ചയുള്ള ഒരു മനുഷ്യനെയും കാണുവാൻ സാധിക്കും. എങ്ങനെയെന്ന് വെച്ചാലും യഹോവ ഭക്തനായിരിക്കണം. ദൈവത്തെ ഭയപ്പെടുന്ന ഒരു മനുഷ്യനായിരിക്കണം. ദൈവം ഇഷ്ടപ്പെടുന്ന വഴികളിൽ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം. ഇപ്രകാരമുള്ള മനുഷ്യനാണ് അവൻ്റെ ഭവനത്തിനകത്ത് അവൻ അനുഗ്രഹിക്കപ്പെടും. അവന് നൽകിയിട്ടുള്ള സമ്പത്തിൽ അല്ലെങ്കിൽ അധ്വാനത്തിൽ അവൻ അനുഗ്രഹിക്കപ്പെടും. അല്ലെങ്കിൽ അവന് കൊടുത്തിരിക്കുന്ന കുടുംബം, അവൻ്റെ ഭാര്യ, അവൻ്റെ മക്കൾ, ദൈവം എന്തെല്ലാമാണോ തൻ്റെ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്നത് അതൊക്കെയും അനുഗ്രഹ്യമായി തീരുമെന്നാണ് സങ്കീർത്തനക്കാരൻ പറയുന്നത്. ഈ പുതുവർഷത്തിലും നമുക്കും അപ്രകാരമായിരിക്കാം. 2025 വരെ നാം എപ്രകാരം ആയിരുന്നു എന്നല്ല, 2026 നമുക്ക് ദൈവത്തിന് വേണ്ടി എപ്രകാരം ജീവിപ്പാൻ കഴിയും എന്ന് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കാം. വേദഭാഗം പറയുന്നത് പോലെ ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിന് ഇഷ്ടമുള്ള വഴികൾ നടന്നാൽ ദൈവം നമ്മെ ഏറ്റവും അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കുടുംബം അനുഗ്രഹമായി തീരും. നമുക്ക് ദാനമായി നൽകിയ മക്കൾ അനുഗ്രഹമായി തീരും. നമ്മെ നന്മ കൊണ്ട് അവൻ തൃപ്തി വരുത്തും. നമ്മുടെ അധ്വാന ഫലം അനുഗ്രഹമായി തീരും. അങ്ങനെയെങ്കിൽ ഈ പുതുവർഷം ദൈവത്തിൽ നിന്നും നന്മകളും അനുഗ്രഹങ്ങളും പ്രാപിക്കത്തക്ക നിലവാരത്തിൽ ദൈവത്തിന് ഭയപ്പെട്ട് നാം ഓരോ ദിവസവും ജീവിപ്പാൻ നമ്മെ ഓരോരുത്തരെയും ഈ വചനം ശക്തിപ്പെടുത്തട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വചനത്തിൽ നിർത്തുന്നു.
സ്തുതിക്കുന്ന കർത്താവെ, പ്രാർത്ഥന കേൾക്കുന്നത് ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, മനോഹരമായൊരു ദിവസത്തെ അങ്ങ് സാന്നിധ്യത്തിലായിരിക്കുവാൻ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ നടുവിലുണ്ട് എന്ന് പറഞ്ഞ കർത്താവെ, ഞങ്ങൾ ഈ ശബത്ത് ദിവസത്തിൽ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ കർത്താവെ, അങ്ങയുടെ സാന്നിധ്യത്താൽ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഒരാഴ്ചയും അങ്ങ് ഞങ്ങൾ അത്ഭുതകരമായി നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങൾ യാത്ര ചെയ്ത സ്ഥലങ്ങളിലെല്ലാം അങ്ങയുടെ ദൂതന്മാരുടെ കാവലാൽ ഞങ്ങൾ നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ മുമ്പിലും പിമ്പിലുമായി അങ്ങയുടെ ദൂതന്മാരെ അയച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ഒരു പ്രതികൂലവും വരാതെ വണ്ണം കർത്താവെ ഞങ്ങളങ്ങ് നടത്തിയ കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. പുതിയൊരു വർഷത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ച കർത്താവ് അങ്ങയുടെ സന്നിധിയിലായിരിക്കും തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. മനോഹരമായൊരു വർഷം ഞങ്ങളെ കടന്നുപോയി കർത്താവെ. മനോഹരമായൊരു മറ്റൊരു വർഷം ഞങ്ങൾ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളത് കാണുവാനുള്ള കൃപ തന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ഈ വർഷം ഞങ്ങൾക്ക് അങ്ങ് നാമത്തിന് പ്രയോജനപ്പെടുവാൻ ഞങ്ങളെ ഓരോരുത്തരെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. കഴിഞ്ഞ വർഷം ഞങ്ങൾ ചെയ്തതിൽ ഉപരിയായി കർത്താവെ, അങ്ങയ്ക്ക് വേണ്ടി ചെയ്യുവാൻ ഈ വർഷം ഞങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പൂർണ്ണമായും ഞങ്ങളെ ഉപയോഗിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയ്ക്ക് തികഞ്ഞ ഒരു പാത്രമാക്കി ഞങ്ങളെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. പുതിയൊരു അഭിഷേകത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു. അങ്ങ് അത്ഭുതവാനായി അങ്ങ് ഞങ്ങളുടെ ഇടയിൽ ഇറങ്ങി വന്നിരിക്കുന്ന വർഷമാകിയാൽ സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളിന്മേലും ഒരു മറുപടി നൽകാൻ പോകുന്ന ദിവസങ്ങളാക്കി മാറ്റുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. ആ വിഷയങ്ങളിന്മേൽ ഒരു മറുപടി ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ സാന്നിധ്യത്തിനായി സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ ദൂതന്മാരെ ആലയത്തിൽ അയച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തോത്രം ചെയ്യുന്നു. സ്തുതികളിൽ വസിക്കുന്നവനെ കർത്താവെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. മഹാശക്തനെ അങ്ങേ സ്തുതിക്കുന്നു കർത്താവെ. അങ്ങ് നല്ലവനും വല്ലഭനുമായി ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സഭ അങ്ങയുടെ കന്നിധിയിൽ തരുന്നു കർത്താവെ. സഭയിലെ ഓരോ വ്യക്തികളെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവെ. വിവിധങ്ങളായ പ്രാർത്ഥനാ വിഷയങ്ങളായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. രോഗികളായിരിക്കുന്ന വ്യക്തികൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈ നിമിഷം മുതൽ അങ്ങ് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് സൗഖ്യത്തിൻ്റെ കർത്താവായി ഞങ്ങളുടെ കൂടെ ഉള്ള കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. അങ്ങയുടെ ശക്തിയുടെ കർത്താവായി ഞങ്ങളുടെ കൂടെ ഉള്ള കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. ഇപ്പോൾ തന്നെ ഒരു അങ്ങയുടെ അടിപ്പിണരാൽ അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങയുടെ അടിപ്പിണരാൽ അങ്ങ് സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തികളിലും ഇപ്പോൾ സൗഖ്യം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ചെറുതും വലുതുമായ എല്ലാ രോഗങ്ങളിന്മേലും കർത്താവ് അങ്ങ് വിടുതൽ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സാമ്പത്തികമായ ബുദ്ധിമുട്ടിലായിരിക്കുന്ന ഓരോ വ്യക്തികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങ് മഹാസമ്പന്നായി ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവ്. അങ്ങ് മഹാസമ്പന്നായി ഞങ്ങളുടെ കൂടെയുണ്ട് കർത്താവ്. മക്കളെങ്കിലോ അവകാശികളായിരിക്കുമ്പോൾ കർത്താവെ ഞങ്ങളങ്ങോട്ട് ചോദിക്കുന്നു കർത്താവെ. ഞങ്ങളുടെ സാമ്പത്തികമായ കാര്യങ്ങൾ അങ്ങൊരു അഭിവൃദ്ധി നൽകണം കർത്താവെ. കർത്താവ് അങ്ങയുടെ ഭക്തന്മാർക്ക് ഒന്നും മുട്ടില്ലല്ലോ എന്നാണ് വചനം പറയുന്നത്. ബാലസിംഹങ്ങളും വില കിട്ടാതെ വിശന്നിരിക്കും, യഹോവയെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവില്ല എന്ന് വചനം പറയുമ്പോൾ കർത്താവെ അങ്ങ് ഓരോ വ്യക്തികളുടെ സാമ്പത്തികമായ അവസ്ഥകൾക്ക് ഈ ദിവസങ്ങൾ അങ്ങ് മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ ചെയ്തിരിക്കിയാൽ സ്തുതിക്കുന്നു കർത്താവെ. സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവെ. സഭയിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സഭയിൽ നൽകിയിരിക്കുന്ന ഉണർവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവ്. 2026 വർഷത്തിൽ പുതിയൊരു ഉണർവിനെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. പുതിയൊരു തലത്തിലേക്ക് സഭയെ അങ്ങ് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. സഭയിലെ പാസ്റ്ററിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഇത്രയും ശക്തമായി അങ്ങ് നിർത്തിയിരിക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു കർത്താവ്. സഭയിലെ എല്ലാ കാര്യങ്ങളും അങ്ങയുടെ കൃപയും സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം കർത്താവ്. എല്ലാ മാനവും മഹത്വവും അങ്ങേക്ക് തന്നെ ആയിരിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ, ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് ഈ ദിവസങ്ങൾ വെളിപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം 2026 വർഷം നമ്മൾ ന്യൂ ഇയറിൽ ആഘോഷിച്ചത് കർത്താവ് വലുത് നമ്മുടെ മധ്യത്തിൽ ചെയ്തുകൊണ്ടാണ്. ഹല്ലേലൂയ. ഇതുവരെ ന്യൂ ഇയർ മീറ്റിംഗ് ഉണ്ടായിരുന്നേക്കാളും വലിയ ദൈവ സാന്നിധ്യം ഇതിനകത്തുണ്ടായിരുന്നു. എത്ര പേർ ആസ്വദിച്ചു? കടന്നു വന്നവർക്കെല്ലാം പുതിയൊരു അനുഭവം ആയിരുന്നു. ശുശ്രൂഷ എനിക്ക് അതിനേക്കാളും വലിയൊരു പുതിയ അനുഭവമായിരുന്നു. ഞാൻ അതിനായി കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകാൽ 2026 കുറിച്ച് കുറച്ചേറെ പ്രവചനങ്ങൾ കർത്താവ് തന്നു. ലോകപരമായും ആത്മീയപരമായും ഭയങ്കരമായ പ്രതികൂലങ്ങൾ കയറി വരുന്ന വർഷമാണ്. പക്ഷേ ക്രിസ്തുവിൽ വിശ്വാസം അർപ്പിച്ച് ക്രിസ്തുവിൽ ഉറച്ചു നിൽക്കുന്നവരുടെ ജീവിതത്തിനകത്ത് നന്മകളുടെ വർഷമാണെന്ന് കർത്താവ് പറഞ്ഞു. 2025 കർത്താവിന് വേണ്ടി കൊടുത്ത, കർത്താവിന് വേണ്ടി നിന്ന, കർത്താവിന് വേണ്ടി ജീവിച്ച വ്യക്തികൾക്കുള്ള ശമ്പളമാണ് അല്ലെങ്കിൽ റിസൾട്ടാണ് 2026 കർത്താവ് സംസാരിക്കുകയുണ്ടായി. ഹല്ലേലൂയ.
സാധാരണ എന്നിലൂടെ വരുന്ന പ്രവചന ശബ്ദങ്ങൾ ഇതിനകത്ത് പലരും പിന്നീട് പറയും, പാസ്റ്റർ ഇങ്ങനെ സംസാരിച്ചു, അങ്ങനെ സംസാരിച്ചു, ഇത്ര മാസത്തിന് മുന്നേ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ എനിക്ക് ഓർമ്മ കാണില്ല. പക്ഷേ ഇതെന്നെ റിപ്പീറ്റ് ചെയ്ത് കർത്താവ് വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. 2025 നിങ്ങൾ സഭയ്ക്ക് വേണ്ടി കൊടുത്ത, കർത്താവിൻ്റെ ശരീരമാകുന്ന സഭയ്ക്ക് വേണ്ടി കൊടുത്ത വിലയെ കർത്താവ് ഈ പ്രാവശ്യം ഈ 2026 നിങ്ങളെ നിർത്തി മാനിച്ച് നിങ്ങൾക്ക് വേണ്ടി പകരം തരും. കർത്താവ് ആർക്കും കടക്കാരനല്ല. ഹല്ലേലൂയ. ദശാംശം കൊടുത്തിട്ടുണ്ടെങ്കിൽ, ഓഹരി കൊടുത്തിട്ടുണ്ടെങ്കിൽ, സഭയിൽ കൃത്യമായി വന്നിട്ടുണ്ടെങ്കിൽ, സഭയുടെ കാര്യങ്ങൾ കൃത്യമായി ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവദാസനെ മാനിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ, ആരാധിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിൻ്റെ മഹത്വത്തിന് പൂർണ്ണ മഹത്വം ദൈവത്തിന് വേണ്ടി വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ, സഭ എന്ന് പറയുന്ന അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞ വാഗ്ദത്വങ്ങളെ, കൽപ്പനകളെ നിങ്ങൾ അനുസരിച്ച വ്യക്തിയാണെങ്കിൽ, ഞാൻ പറയുന്നു ഉറപ്പായും 2026 സ്റ്റാർട്ടിങ് തുടങ്ങി മുതൽ നിങ്ങൾ അനുഗ്രഹപ്പെടും. ഹല്ലേലൂയ. ദൂരത്തുനിന്നും ചാരത്തുനിന്നും കടന്നു വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകാൽ 2026 വർഷത്തിൽ കർത്താവ് എനിക്ക് തന്ന വാഗ്ദത്തം അല്ലെങ്കിൽ സഭയ്ക്ക് തന്ന വാഗ്ദത്തമാണ് മിറാക്കിൾസ്, അതായത് അത്ഭുതങ്ങളുടെ വർഷം. ഹല്ലേലൂയ. അത്ഭുതങ്ങളുടെ വർഷം എന്ന് പറഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞൊരു കാര്യമാണ്, നമുക്ക് വിശ്വസിക്കുവാൻ കഴിയാത്ത അത്ഭുതം നടക്കും. നിങ്ങളെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത്, എന്നെ കൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്തത് നമ്മുടെ ജീവിതത്തിൽ നടന്നാൽ മാത്രമേ മിറാക്കിൾസ് ഏറെന്ന് പറയുവാൻ കഴിയുകയുള്ളൂ. 2026 അങ്ങനെയുള്ള വർഷമാണ്. നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിനകത്ത് ഒരു സാമ്പത്തിക വിഷയം മാറുവാൻ പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ, ഞാനൊരു ഉദാഹരണം പറയുന്നതാണ്, സാമ്പത്തിക വിഷയം പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ദൈവസന്നിധിയിൽ നിന്ന് ലഭിക്കുന്ന മറുപടി അറിയാൻ പറ്റും. അതായത് 1000 രൂപ വേണമെങ്കിൽ 999 രൂപ കിട്ടും. അങ്ങനെയല്ലേ? അങ്ങനെയാണോ? അല്ല, ഫുള്ള് കിട്ടുമോ? 999 കിട്ടും കേട്ടോ. നിങ്ങൾ നിഗളിയാകാനും സമ്മതിക്കില്ല, എന്നാൽ നിങ്ങൾ ടെൻഷൻ അടിച്ച് തീരാനും കർത്താവിനെ നെഗറ്റീവ് പറയാനും സമ്മതിക്കില്ല. ഹല്ലേലൂയ. പക്ഷേ മിറാക്കിൾസ് ഇയറിൻ്റെ അകത്ത് സംഭവിക്കുന്നത്, നിങ്ങൾക്ക് 1000 രൂപ വേണമെങ്കിൽ 10,000 രൂപ നിങ്ങളെ കയ്യിൽ കിട്ടും. ഇത് ഉദാഹരണമാണ്, പണത്തിനെ കുറിച്ച് പറഞ്ഞു എന്ന് പറയരുത്, ഉദാഹരണമാണ്. സാമ്പത്തിക മേഖലകളിൽ അത്ഭുതം നടക്കും, നമ്മുടെ ആരോഗ്യ മേഖലകളിൽ അത്ഭുതം നടക്കും, നമ്മുടെ ആരാധന മേഖലകളിൽ അത്ഭുതം നടക്കും. കർത്താവ് വലുത് നമുക്ക് വേണ്ടി ചെയ്യുവാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞാൽ അത്ഭുതം ചെയ്യും. ഞാനത് ഇന്നും വിശ്വസിക്കുന്നു. കാരണം കർത്താവ് ഇന്നും ജീവിക്കുന്നു. നിന്നോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം, സഭയോട് കർത്താവ് പറഞ്ഞ വാഗ്ദത്തം ഇതുവരെ മാറിയിട്ടില്ല. ഫലപുഷ്ടമാകുന്ന വർഷത്തിൽ ഫലം കാഴ്ചവരുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. അതിനു മുന്നേ ഉള്ള വചനങ്ങളിലും 2022 നമ്മളോട് പറഞ്ഞു, സാധാരണക്കാരന് അസാധാരണമായ പ്രവൃത്തി ചെയ്യുമെന്ന് പറഞ്ഞു, ചെയ്തു. അതിന് മുന്നേ ഉള്ള വർഷത്തിലും കർത്താവ് പറഞ്ഞു, നമ്മെ വെളിപ്പെടുത്തലിൻ്റെ വർഷമാണെന്ന് പറഞ്ഞു. 2023 പറഞ്ഞു, വെളിപ്പെടുത്തലിൻ്റെ 2024 വെളിപ്പെടുത്തലിൻ്റെ വർഷമായിരുന്നു. നമ്മെ വെളിപ്പെടുത്തി, നമ്മളെ കർത്താവ് സഭ തന്ന് വെളിപ്പെടുത്തി. അതേപോലെ കർത്താവ് ഏതൊക്കെ വാഗ്ദത്തം ഇതിനകത്ത് തന്നിട്ടുണ്ടോ ആ വാഗ്ദത്തത്തിന് വേണ്ടി നിന്നവൻ്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവൃത്തി വെളിപ്പെട്ടിട്ടുണ്ട്. ഹല്ലേലൂയ. ഞാൻ 100% പൂർണ്ണ മനസ്സോടെ പൂർണ്ണ ആഗ്രഹത്തോടെ ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ പൂർണ്ണമായും കർത്താവിൽ വിശ്വസിക്കുന്നു. 2026 നമ്മുടെ കണ്ണുകൊണ്ട് വിശ്വസിക്കാൻ പറ്റാത്ത അത്ഭുതങ്ങൾ ഇതിനകത്ത് നടക്കും, അടയാളങ്ങൾ നടക്കും, വീരപ്രവർത്തികൾ നടക്കും. കർത്താവിന് വേണ്ടി നിൽക്കുന്ന വ്യക്തികളുടെ ദൈവസഭ വളരും. കർത്താവിൻ്റെ വലിയ കരം ചലിക്കും. അസാധാരണമായ ദൈവം മഹത്വം വെളിപ്പെടും. കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടുമെന്ന് പരിശുദ്ധാത്മാവ് ദൂത് പറഞ്ഞതുപോലെ ഇതിനകത്ത് വിശ്വാസമുള്ളവർ കർത്താവിൻ്റെ സന്നിധിയിൽ ശക്തമേറിയ രീതിയിൽ പ്രാർത്ഥിച്ചാട്ടെ. നിങ്ങൾ പറഞ്ഞാട്ടെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് അത്ഭുതം നടക്കും, നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ ഇടയിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ ശുശ്രൂഷയുടെ ഇടയിൽ അത്ഭുതം നടക്കും, നിങ്ങളിലൂടെ നിങ്ങളുടെ ആത്മീക ജീവിതത്തിനകത്ത് അത്ഭുതം നടക്കും, നിങ്ങളുടെ ശാരീരിക മണ്ഡലങ്ങളിൽ അത്ഭുതം നടക്കും, നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങൾ അത്ഭുതം നടക്കും, നിങ്ങളുടെ ഉപജീവന മാർഗങ്ങൾ അത്ഭുതം നടക്കും. ദൈവം നമുക്ക് വേണ്ടി മിറാക്കുലസ് ഒരുക്കിയിരിക്കുന്നു. ദൈവിക അത്ഭുതങ്ങളെ ഞാൻ കാണും. ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങൾ യഹോവയെ സേവിക്കും, ഞങ്ങൾ കർത്താവിന് വേണ്ടി ജീവിക്കുമെന്ന ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. കർത്താവിൻ്റെ നാമത്തിനു വേണ്ടി ശക്തമേറിയ രീതിയിൽ പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം ഇന്ന് പകൽക്കാലം കർത്താവ് വലുത് ചിലർക്ക് വേണ്ടി ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മൾ ഇന്ന് പഠിക്കുവാൻ പോകുന്നതും അന്ന് കേൾക്കുവാൻ പോകുന്നതും ദൈവിക അത്ഭുതങ്ങൾ എന്ന് പറയുന്ന വിഷയമാണ്. കർത്താവിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അത്ഭുതങ്ങളുണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിയുന്ന അത്ഭുതങ്ങൾ. ദൈവിക അത്ഭുതങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിന് മാത്രം ചെയ്യുവാൻ കഴിവുള്ള ചില അത്ഭുതങ്ങളുണ്ട്. ചിലപ്പോൾ നമ്മുടെ ആത്മീക ജീവിതമാകാം,
ചിലപ്പോൾ ഭൗതിക ജീവിതമാകാം. ഈ ജീവിതത്തിനകത്ത് ദൈവത്തെ കൊണ്ട് കഴിയുന്ന കാര്യം മാത്രമായിട്ടും ചില കാര്യങ്ങളുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു രോഗം വന്നു. മെഡിക്കൽ സയൻസ് ഇന്ന് ടെക്നോളജി വളർന്ന് ഹൈ റെൻഡ് പൊസിഷനിൽ നിൽക്കുകയാണ്, വീണ്ടും വളർന്നുകൊണ്ട് നിൽക്കുകയാണ്. പ്രത്യേകിച്ച് AI എന്ന് പറഞ്ഞ ടെക്നോളജിയൊക്കെ വന്നതിന് ശേഷം എല്ലാ മേഖലകളിലും മെഡിക്കൽ സയൻസ് ആകട്ടെ ലോകപരമായി മറ്റൊരു കുതിപ്പിലേക്ക് കുതിച്ചു കൊണ്ടിരിക്കുമ്പോൾ എന്താകുമെന്ന് പല വ്യക്തികളും ചോദിക്കുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഹല്ലേലൂയ. നമ്മുടെ അവയവങ്ങൾ പോലും മെഷീനിൽ പ്രിൻ്റ് ചെയ്തെടുക്കാൻ കഴിയുന്ന 3D പ്രിൻ്ററുകൾ, അങ്ങനെയുള്ള ടെക്നോളജികൾ അതിനകത്ത് വളരുന്നു. AI ടെക്നോളജി വെച്ച് റോബോട്ടിക് ശുശ്രൂഷകൾ, അതായത് ഡോക്ടർമാർക്ക് പകരം റോബോട്ടിക് മനുഷ്യർ ശുശ്രൂഷിക്കുന്ന ഒരു തലത്തിലേക്ക് അത് വളർന്നുകൊണ്ടിരിക്കുന്നു. വല്ലാത്തൊരു വലിയ കാലഘട്ടത്തിലാണ് നമ്മൾ പോകുന്നത്. ഞാനൊക്കെ ഫീൽഡിൽ നിൽക്കുന്ന കമ്പ്യൂട്ടർ ഫീൽഡാണ്. കമ്പ്യൂട്ടർ ഫീൽഡുകൾ ഓരോ ദിവസവും വളർന്നുകൊണ്ടാണ് ഇരിക്കുന്നത്. 50-60 എന്നൊക്കെ പറയുന്ന ടെക്നോളജി, RTX എന്ന് പറയുന്ന ടെക്നോളജിയൊക്കെ വളർന്ന് അത് നമ്മളെ കൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത രീതിയിൽ ഹയർ എൻഡായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇനി അടുത്ത് പഠിക്കുവാൻ പോകുന്ന നമ്മളൊക്കെ സാധാരണക്കാർ പഠിച്ച ഒരു തലമല്ല, ഹയർ എൻഡായിട്ട് അവരുടെ ബുദ്ധിയെ ഉപയോഗിക്കാൻ കഴിയുന്ന മേഖലകളാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിനകത്തും എത്ര ലോകം വളർന്നാലും, എത്ര ശാസ്ത്രം വളർന്നാലും, എത്ര മെഡിക്കൽ സയൻസ് വളർന്നാലും, എത്ര മനുഷ്യർ വളർന്നാലും അവരെക്കാളും കവച്ചു നിൽക്കുന്ന ഒരു ദൈവശക്തിയുണ്ട്. ദൈവത്തിനെ കൊണ്ട് മാത്രം കഴിയുന്ന ചില മേഖലകളുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ് ജീവിക്കണം. എന്തൊക്കെ നമ്മുടെ കയ്യിലുണ്ടെങ്കിലും, എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടെങ്കിലും, എന്തൊക്കെ നമ്മുടെ കരങ്ങളിലുണ്ടെങ്കിലും, സമ്പത്തുണ്ടെങ്കിലും, ആരോഗ്യമുണ്ടെങ്കിലും, കഴിവുണ്ടെങ്കിലും, എല്ലാ യോഗ്യതകളുണ്ടെങ്കിലും, സഹായിക്കാൻ ഒരു കൂട്ടം വ്യക്തികളുണ്ടെങ്കിലും, ചില ഘട്ടങ്ങളിൽ ദൈവത്തിന് മാത്രമേ നമ്മളെ സഹായിക്കുവാൻ കഴിയൂ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിനകത്ത് പല പ്രാവശ്യങ്ങൾ, പല സ്ഥലങ്ങൾ നമ്മളത് ഫേസ് ചെയ്തല്ലേ. നമ്മുടെ ജീവിതത്തിനകത്ത് എല്ലാം ഉണ്ടായപ്പോഴും, എല്ലാ ഘട്ടങ്ങളുണ്ടപ്പോഴും ആരും സഹായിക്കാനില്ലാതെ നിന്ന ഒരു ഘട്ടം നമുക്കുണ്ടായിട്ടുണ്ടാകും. നമ്മൾ ദൈവമേ എന്ന് അറിയാതെ വിളിച്ചൊരു കാലഘട്ടം നമുക്കുണ്ടായി കാണും. ഒരു മനുഷ്യന് അവൻ്റെ ജീവിതകാലം ജനിച്ച് മരിക്കുന്നതിന് ഇടയിൽ എവിടെയെങ്കിലും ഒരിടത്ത് വെച്ചെങ്കിലും ആ തിരിച്ചറിവുണ്ടാവും. ഹല്ലേലൂയ. എല്ലാമുണ്ട്, പക്ഷെ നമുക്കൊന്നും പ്രയോജനമില്ലാത്ത രീതിയിൽ നിൽക്കുമ്പോൾ അവിടെ ഒരു ദൈവിക അത്ഭുതത്തിന് വേണ്ടി നമ്മെ തന്നെ അറിയാതെ നമ്മുടെ ഹൃദയം തുറന്ന് ദൈവമേ എന്ന് വിളിക്കുന്ന സമയത്ത് നമുക്ക് തന്നെ അത്ഭുതമായി തോന്നുന്ന, നമുക്ക് തന്നെ മിറാക്കുലസായി തോന്നുന്ന, നമ്മുടെ ജീവിതത്തിനകത്ത് ഇതെങ്ങനെ സംഭവിച്ചു എന്ന് തോന്നുന്ന, നമ്മെ വ്യക്തിപരമായി അറിയാവുന്ന വ്യക്തികൾക്കും നമുക്കും തന്നെ ഒരു അത്ഭുതമായി തീരുന്ന രീതിയിലുള്ള പ്രവൃത്തി വെളിപ്പെടുന്നത് പോലെ ഈ 2026 പലരുടെയും ജീവിതത്തിനകത്ത്, എന്നെ കേൾക്കുന്ന പലരുടെയും ജീവിതത്തിനകത്ത് പല സ്ഥലങ്ങൾ വെച്ച്, പല ഇടങ്ങൾ വെച്ച് ദൈവവുമായി ഒരു എൻകൗണ്ടർ നടക്കുവാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥലത്ത്, നിങ്ങൾ സ്റ്റോപ്പ് ചെയ്ത സ്ഥലത്ത്, ഇനി അടുത്തൊരു തലം ഉയരുകയില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അത് ഓപ്പൺ ആകില്ലെന്ന് പറഞ്ഞ സ്ഥലത്ത്, എല്ലാവരും വിധിയെഴുതി ഇനി നിനക്കൊരു ജീവിതമില്ല എന്ന് പറയുന്ന സ്ഥലത്ത് നിനക്കൊരു പുതിയ തുടക്കം ദൈവം തരാൻ പോകുന്നു. ദൈവത്തിൻ്റെ അത്ഭുത കരം നീട്ടുവാൻ പോകുന്നു. നിനക്ക് മറ്റാരോടും നന്ദി പറയാൻ കഴിയാതെ, ദൈവമേ അങ്ങുള്ളത് കൊണ്ട് മാത്രം, അങ്ങയുടെ നാമം ഞാൻ അറിഞ്ഞതുകൊണ്ട് മാത്രം എൻ്റെ കുടുംബത്തിനകത്ത്, എൻ്റെ കുഞ്ഞിൻ്റെ മേൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിന് മേൽ ഇത് നടന്നല്ലോ എന്ന് നന്ദി പറയുവാൻ കഴിയുന്നൊരു ഹൃദയം കർത്താവ് തരാൻ പോകുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് പ്രാർത്ഥന കുറയ്ക്കരുത്. കഴിഞ്ഞ നിമിഷം ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 2031, അതായത് 2026 31-ാം തീയതി ന്യൂ ഇയർ സർവീസിനകത്ത് പരിശുദ്ധാത്മാവാൻ ദൈവം പറഞ്ഞു പ്രാർത്ഥിക്കണം. കുടുംബ പ്രാർത്ഥന അവസാനിപ്പിച്ചവർ സ്റ്റാർട്ട് ചെയ്യണം. അത് 5, 10, 25 പാട്ടല്ല, ഒരു പാട്ട് പാടിയാലും മതി. ആത്മാവിൽ ദൈവത്തെ ആരാധിക്കണം. അല്പനേരം ഇരുന്നാലും മതി, പക്ഷെ നന്നായി ദൈവത്തെ സ്തുതിക്കണം. ഹല്ലേലൂയ. ആ ശബ്ദം നിങ്ങളുടെ ഭവനത്തിനകത്ത് കേൾക്കണം. ഹല്ലേലൂയ. നിങ്ങൾ തിരുവചനം വായിക്കണം. അതേപോലെ വ്യക്തിപരമായി പ്രാർത്ഥനയിൽ ഉയർന്നു വരണം. ഇത് 3 കാര്യം നിർബന്ധമായി സഭയെ പഠിപ്പിച്ച കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് ബൈബിൾ വായിപ്പിക്കണം. അവർ അടുത്ത തലത്തിലേക്ക് വളരണമെങ്കിൽ തിരുവചനം അവരുടെ ഉള്ളിൽ പ്രവേശിക്കണം. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തിൽ നിൽക്കുന്ന, അല്ലെങ്കിൽ ദൈവത്തെ അറിഞ്ഞ നമുക്ക് തലമുറകൾക്ക് കൈമാറുവാൻ ഒരു വഴിയേ ഉള്ളൂ, അത് ദൈവവചനം മാത്രമാണ്. അവർ എവിടെ പോയാലും, ഏത് സന്ദർഭത്തിനകത്തായാലും കർത്താവിൻ്റെ കരം അവരോടൊപ്പം ചലിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് ഈ നാളുകളിൽ എന്നോട് പറയുന്ന ഒരു കാര്യമാണ്, അങ്ങനെ വചനം വായിക്കുന്ന, വചനം പഠിക്കുന്ന വ്യക്തികളോട് കർത്താവ് സംസാരിക്കുവാൻ പോകുന്നു. ഞാൻ ഇന്നലെ ഒരു ഭവനത്തിനകത്ത് പ്രാർത്ഥനയ്ക്ക് പോയപ്പോഴും അവിടെയുള്ള മകളോട് പറഞ്ഞു, മോൾ ഇങ്ങനെയൊക്കെ വായിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ അറിയുന്നത് കൊണ്ട് ദൈവം നിന്നോട് സംസാരിക്കും.
ഞാൻ ഉറപ്പായും വിശ്വസിക്കുന്നു ഈ നാളിൽ കുഞ്ഞുങ്ങളോട് കർത്താവ് ഇടപെടാൻ പോകുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവിൻ്റെ വലിയ പ്രവൃത്തി വെളിപ്പെടുവാൻ നിങ്ങൾക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെ മറക്കരുത്. ഹല്ലേലൂയ. നമ്മൾ മനുഷ്യരുടെ ഒരു പ്രത്യേകത എന്താണ്? നമുക്ക് അത്ഭുതം നടക്കും, അപ്പോഴും ഭയങ്കര സ്തോത്രവും ആരാധനയൊക്കെ ആയിരിക്കും. അത് കഴിഞ്ഞൊരു ചെറിയ കഷ്ടത്തിലൂടെ ചെറിയൊരു ബുദ്ധിമുട്ടിലേക്ക് വന്നാൽ കഴിഞ്ഞ നാളിൽ ദൈവം ചെയ്ത എല്ലാ നന്മകളെയും മാറ്റിവെച്ച് ദൈവത്തെ പഴി പറയുന്നവരായി തീരും. അത് നമ്മൾ ചെയ്യരുത്. പിറുപിറുപ്പ് ദൈവസന്നിധിയിൽ ഏറ്റവും വലിയ തെറ്റാണ്. ഇസ്രായേൽ ജനങ്ങൾക്ക് ഉണ്ടായത് പിറുപിറുപ്പാണ്. 14 ദിവസം കൊണ്ട് കാനാൻ ദേശം എന്ന് പറയുന്ന തൻ്റെ വാഗ്ദത്ത ദേശത്തിലേക്ക് കയറേണ്ട വ്യക്തികൾ പിറുപിറുത്തു. 40 വർഷത്തിന് ശേഷമാണ് ആ തലമുറയിൽ 2 പേർക്ക് ഒഴികെ ബാക്കി ആർക്കും പ്രവേശിക്കുവാൻ കഴിയാതെ വണ്ണം 40 വർഷം മരുഭൂമിയിൽ യാത്ര ചെയ്യേണ്ടി വന്നു. ഹല്ലേലൂയ. നമുക്ക് ദൈവം തന്ന നന്മകളെ കിട്ടിയവർ വീണ്ടും വീണ്ടും പിറുപിറുക്കുന്നവർ ഇതിനകത്തുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ അതെന്തുകൊണ്ടെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ ചോദിക്കണം. അല്ലാതെ ദൈവമായിട്ട് തന്നു അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ആക്കി കളഞ്ഞു എന്ന് പറഞ്ഞ് പിറുപിറുക്കരുത്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിനകത്ത് പ്രശ്നങ്ങൾ വരുന്നത്, പ്രതികൂലങ്ങൾ വരുന്നത് ദൈവമായിട്ടല്ല, ശത്രു കൊണ്ടുവരാനും ചാൻസ് ഉണ്ട്. അതിലുപരി നമ്മുടെ കുഴപ്പം കൊണ്ടും നമ്മുടെ വ്യക്തിപരമായ കുഴപ്പങ്ങൾ കൊണ്ടും ഇത് സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് അത് നമ്മൾ ശ്രദ്ധിച്ച് വേണം ജീവിക്കുവാൻ. ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 9 മുതൽ 11 വരെ വായിക്കുമ്പോൾ, ഹല്ലേലൂയ, ഇയ്യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 9 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവൻ ആരാഞ്ഞുകൂടാത്ത വൻ കാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. ആര്? ജീവിക്കുന്ന ദൈവം. തൊട്ടടുത്തിരിക്കുന്ന വ്യക്തിയോട് പറ, കർത്താവ് ആരാഞ്ഞുകൂടാത്ത, പറയാൻ കഴിയാത്ത, അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവാത്ത രീതിയിലുള്ള വൻ കാര്യങ്ങളും അസംഖ്യമായ എണ്ണാൻ പറ്റാത്ത അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തെ അറിഞ്ഞ നീ ഭാഗ്യവാനാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ദൈവത്തെ അറിഞ്ഞ നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. എത്ര പേർക്ക് സ്തുതിക്കാൻ പറ്റും? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ ദൈവത്തെ അറിഞ്ഞതുകൊണ്ട് തന്നെ ദൈവം ഈ വർഷം, ഈ ദിവസങ്ങളിൽ നിങ്ങളെ ഒരു അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ തലമുറകളെ അത്ഭുതമാക്കി മാറ്റും. നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതങ്ങളെ അത്ഭുതമാക്കി മാറ്റും. കാരണം ആ ദൈവത്തെ കൊണ്ട് കൂടെ നീ നടക്കുമ്പോൾ ആ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നിന്ന് നിന്നെ അനുഗ്രഹിക്കും. ഹല്ലേലൂയ. അതിൻ്റെ തൊട്ട് താഴെ വായിക്കുന്നു, അവൻ ഭൂതലത്തിൽ മഴ പെയ്യ്ക്കുന്നു, വയലിലേക്ക് വെള്ളം വിടുന്നു. അതായത് കൃത്യസമയത്ത് മഴ പെയ്യിച്ച് കൃത്യസമയത്ത് വയലിലേക്ക് വെള്ളം വിട്ട് നമുക്കുള്ള ആഹാരങ്ങളും മറ്റുള്ള കാര്യങ്ങളും കൃഷി ചെയ്ത് അതിനകത്തുള്ള വിളവെടുക്കുവാനും ഈ ലോകത്തെ പൂർണ്ണമായും കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ദൈവത്തെ കൊണ്ട് കഴിയാത്ത ഒരു കാര്യമില്ലെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു. ഇതിനകത്ത് താണവരായി കിടക്കുന്ന, തകർന്നു കിടക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിന്നെ ഉയർത്തുവാൻ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. അങ്ങനെയുള്ളവരെ പറ, എന്നെ കർത്താവ് ഈ വർഷം, ഈ മാസങ്ങൾ, ഈ ദിവസങ്ങൾ ഉയർത്തും. ഈ തകർച്ചയിൽ നിന്ന്, ഇന്ന് ഞാൻ സങ്കടപ്പെടുന്ന ആ വിഷയത്തിൽ നിന്ന് കർത്താവ് എന്നെ കരകയറ്റും. ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കർത്താവ് കയറ്റുന്നു. അവൻ ഉപായികളുടെ സൂത്രങ്ങളെ അബദ്ധമാക്കുന്നു, അവരുടെ കൈകൾക്ക് കാര്യം സാധിക്കാൻ കഴിയുന്നതുമില്ല. അതേപോലെ തന്നെ ദൈവം എന്ത് ചെയ്യുമെന്നറിയാം? ഉപാധികൾ, അതായത് ഉപായികളായിരിക്കുന്ന വ്യക്തികളുടെ സൂത്രങ്ങൾ വെച്ച് കർത്താവിനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കർത്താവ് അവരിലൂടെ പ്രവർത്തിക്കുകയും ഇല്ല. നിങ്ങൾ ഉപായത്തിലൂടെ ദൈവത്തെ സേവിക്കണമെന്ന് വിചാരിച്ചാൽ, എന്തെങ്കിലും പ്രാപിക്കണമെന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം നിങ്ങൾ ഇതിനകത്ത് ആരാധനയ്ക്ക് വരുന്നുണ്ട്, കൃത്യമായി ആരാധിക്കുന്നില്ല, നിങ്ങൾ തോന്നിയതുപോലെ ജീവിക്കുകയാണ്, വചനാടിസ്ഥാനത്തിലല്ല ജീവിതം. ഇങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളിൽ ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. നിങ്ങൾക്ക് വരുന്ന കഷ്ടം കൂടിക്കൂടി വരും, നിങ്ങൾക്ക് വരുന്ന പ്രയാസം കൂടിക്കൂടി വരും, ദൈവപ്രവൃത്തി വെളിപ്പെടുകയില്ല, നിങ്ങൾ ദൈവത്തോട് അടുക്കുകയുമില്ല. ഹല്ലേലൂയ. ഉപായം കാണിക്കരുത്. നമ്മൾ മനുഷ്യരോട് ഉപായം കാണിക്കും. എങ്ങനെ ഉപായം കാണിക്കും? ചില മനുഷ്യർക്കൊരു ഞാക്കുണ്ട്, ഒരു കാര്യം വേറൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കണമെങ്കിൽ ആ വ്യക്തി, സഹോദരനാകട്ടെ സഹോദരിയാകട്ടെ, ആ വ്യക്തി എന്ത് ചെയ്യുമെന്ന് പറയാം? പുതിയ കഥകൾ മെനഞ്ഞ് മറ്റേ വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കും. ഹല്ലേലൂയ. എനിക്കറിയാവുന്ന വ്യക്തികളുണ്ട്. നമ്മളെ കയ്യിൽ സാമ്പത്തികമുണ്ട്, എൻ്റെ കയ്യിൽ സാമ്പത്തികമുണ്ടെന്ന് വിചാരിക്കും, അല്ലെങ്കിൽ എനിക്ക് അവനെ സഹായിക്കാൻ പറ്റുമെന്ന് മനസ്സിലായ കഥ പറയും. അവൻ്റെ കഷ്ടവും പ്രയാസവും പറഞ്ഞ് നമ്മളെ കൊണ്ട് അവനെ ഉള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ടാക്കി നമ്മളെ കയ്യിലിരിക്കുന്ന സമ്പത്ത് എന്ത് ചെയ്യും? പതുക്കെ അങ്ങ് ചൂഷണം ചെയ്യും. അത് ഉപായമാണ്. ഹല്ലേലൂയ.
അങ്ങനെ ഉപായം ചെയ്യുന്ന വ്യക്തികൾ ദൈവസന്നിധിയിൽ നിന്നൊന്നും പ്രാപിക്കാനും കഴിയില്ല, ദൈവത്തിൽ നിന്നൊന്നും വാങ്ങുവാനും നേടുവാനും കഴിയില്ല. ഹല്ലേലൂയ. നിങ്ങൾ ഉപായം കാണിക്കരുത്. നിങ്ങളെ നന്നായി അറിയാവുന്ന ദൈവത്തെയാണ് നിങ്ങൾ സേവിക്കുന്നത്. ഹല്ലേലൂയ. നിങ്ങൾ മനുഷ്യൻ്റെ മുന്നേ നിന്നല്ല ഉപായം കാണിക്കുന്നത്, നീ ദൈവത്തിൻ്റെ മുന്നെയാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ മുന്നേ ആരാധിക്കുമ്പോൾ ആത്മാർത്ഥമായി നിങ്ങൾ ആരാധിക്കണം. ഒരാളെ കാണാൻ വേണ്ടി നിങ്ങൾ സൂത്രം കാണിക്കരുത്, ഉപായം കാണിക്കരുത്. ദൈവത്തിന് കൊടുക്കുമ്പോൾ ഏറ്റവും നല്ലത് ദൈവത്തിന് കൊടുക്കണം. അത് സമ്പത്തായാലും നിൻ്റെ ആരാധനയായാലും നിൻ്റെ സമയമായാലും നിൻ്റെ ജീവിതമായാലും ഏറ്റവും പെർഫെക്റ്റായുള്ളത് ആർക്ക് കൊടുക്കണം? ദൈവത്തിന് കൊടുക്കണം. ഊനമുള്ളതൊന്നും ദൈവത്തിന് കൊടുക്കരുതെന്ന് തിരുവചനം പഠിപ്പിക്കുന്നു. നിങ്ങൾ ആരാധിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, എന്ത് ചെയ്യണം? കരം നന്നായി അടിച്ച് ആരാധിക്കണം. ഇവിടെ പെട്ടെന്ന് കീബോർഡ് നിർത്തി കഴിഞ്ഞാൽ, ഒരു ദിവസം ശ്യാമൽ ബ്രദർ അങ്ങനെ ചെയ്യട്ടെ, കീബോർഡ് നിർത്തി കഴിഞ്ഞാൽ പലരും കൈ ഇങ്ങനെ അടിക്കണേക്കാം, സൗണ്ട് ഒന്നും കാണില്ല. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത് ചോദിച്ചാൽ സൈലൻസർ വെച്ചുള്ള അടിയാണ്. ഇത് ആരുടെ മുന്നെയാണ്? ആരുടെ മുന്നേ? ഉപായമാണ്. അതായത് മറ്റുള്ളവർ കാണുമ്പോൾ ഭയങ്കര അടിയാണ്, കണ്ണൊക്കെ അടച്ചങ്ങ് മുകളിലൊക്കെ നോക്കി നമുക്ക് തോന്നും ഇങ്ങനെ ഇറങ്ങി വരുന്നതൊക്കെ കണ്ടുള്ള ആരാധനയാണെന്ന് തോന്നും. പക്ഷെ നിർത്തി നോക്കണം, ഒരനക്കവും കാണില്ല. തൊട്ടടുത്തിരുന്ന ആൾ ഉറങ്ങും എന്ന് പറഞ്ഞ് ഇവൻ്റെ കരത്തെ അടിയുടെ സൗണ്ടിൽ എന്തായാലും അവ എഴുന്നേക്കുകയും ഇല്ല. ഹല്ലേലൂയ. ഇത് മാറ്റണം. 2026 എന്തെങ്കിലും ദൈവത്തിന് വേണ്ടി നീ ചെയ്യുന്നുണ്ടെങ്കിൽ കൃത്യമായി ചെയ്യണം. ഹല്ലേലൂയ. പിന്നെ ചില വ്യക്തികളുടെ പ്രത്യേകത ഉണ്ട്. നമ്മളവിടെ സാഹചര്യങ്ങൾ പറയും. ആരാധനയ്ക്ക് വരാത്തത്, അയ്യോ പാസ്റ്ററേ എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെയൊക്കെ ഉണ്ട്, എൻ്റെ ജീവിതം ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ചില വ്യക്തികളെ നമ്മൾ വിളിക്കാൻ പറയും, നിങ്ങൾക്ക് ഞങ്ങളെ സാഹചര്യം അറിഞ്ഞുകൂടാത്തത് കൊണ്ടാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. സാഹചര്യവും നോക്കി സന്ദർഭവും നോക്കി ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കി ജീവിച്ച് കഴിഞ്ഞാൽ ദൈവത്തിൽ നിന്ന് അത്ഭുതം പ്രാപിക്കുവാൻ കഴിയുകയില്ല. നീ ഒരു അത്ഭുതമായി മാറണമെങ്കിൽ, നിനക്ക് ദൈവത്തിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ നിന്റെ സാഹചര്യങ്ങളെക്കാളും ആരെ സേവിക്കണം? ഈ 2026 അങ്ങനെ ഒരു തീരുമാനം ഇതിനകത്തിരിക്കുന്നവർ എടുക്കണം. ഹല്ലേലൂയ. ദൈവം നിനക്കൊരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ കൊണ്ട് മാത്രം കഴിയുന്ന ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ നീ അങ്ങനെ ഒരു തീരുമാനമെടുക്കണം. ഹല്ലേലൂയ. ഇതിനകത്തിരിക്കുന്നവർക്ക് ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടില്ലെന്ന് പറയുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ കരമുയർത്തി, ഇന്ന് ദൈവം അങ്ങനെ ചെയ്തിട്ടേ വിടും. ഒരു നിസ്സാര കാര്യത്തിലും, ഒരു നിസ്സാരമല്ല, ദൈവം നിൻ്റെ മുന്നേ, നമ്മുടെ മുന്നേ ഉള്ള പ്രാർത്ഥനാ വിഷയങ്ങളുടെ മുന്നിൽ, നമ്മുടെ കണ്ണുനീരിൻ്റെ മുന്നിൽ ഒരിക്കലെങ്കിലും ഇറങ്ങി വന്ന് നമുക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടില്ലേ? ആ ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കാൻ വരുന്നത്. അപ്പം എന്ത് ചെയ്യണം? കൃത്യസമയം പാലിക്കണം. നന്നായി എന്ത് ചെയ്യണം? സ്തോത്രമെന്ന അധരയാഗത്തോടെ ദൈവത്തെ ആരാധിക്കണം. മറ്റൊരാൾക്കല്ല നമ്മൾ ബഹുമാനം കൊടുക്കുന്നത്, നമ്മെ സഹായിച്ച് നമ്മോട് കൂടെ ജീവിക്കുന്ന, ഉറങ്ങാതെ മയങ്ങാതെ നമുക്കായി കാവലിരിക്കുന്ന, നമ്മുടെ വശത്ത് 1000 പേരും നമ്മുടെ വലതുവശത്ത് 10,000 പേരും വീണിട്ടും നമുക്കൊരനർത്ഥവും ഭവിക്കാതെ നമ്മെ സംരക്ഷിക്കുന്ന കർത്താവിന് വേണ്ടിയാണ്. നമ്മുടെ സ്തോത്രമെന്ന് പറഞ്ഞ അധരയാഗം നമ്മുടെ ജീവിതകാലം എത്ര വർഷമുണ്ടെങ്കിലും കൊടുത്താൽ പോലും തികയില്ല. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ ആ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കുമ്പോൾ വീണ്ടും അത്ഭുതം നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തെ ശക്തമായ രീതിയിൽ ആരാധിക്കണം. ഹല്ലേലൂയ. അങ്ങനെ അതുകൊണ്ടാണ് യോബ് പറഞ്ഞിരിക്കുന്നത്, വൻ കാര്യങ്ങൾ ആര് ചെയ്യും? അതിശയിക്കുന്ന അത്ഭുതങ്ങൾ ആര് ചെയ്യും? ദൈവം ചെയ്യും. നിന്റെ ജീവിതത്തിനകത്ത്, എൻ്റെ ജീവിതത്തിനകത്ത് അതിശയകരമായ അത്ഭുതം ചെയ്യുവാൻ കർത്താവ് ഈ ദിവസങ്ങൾ ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. ഇതുവരെ നമുക്ക് തടസ്സമായി നിന്ന്, ഇതുവരെ നമ്മുടെ മുന്നേ മാറില്ലെന്ന് പറഞ്ഞ എരിഹോ മതിലുകൾ ഇടിയുന്ന വർഷമാണ് 2026. സഭയുടെ പൂർണ്ണമായ അധികാരത്തിലേക്ക് കർത്താവ് കൊണ്ടുവരുന്ന വർഷമാണ്. സഭയെ പൂർണ്ണമായും കർത്താവ് ശുദ്ധീകരിക്കുന്ന വർഷമാണ്. സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന വർഷമാണ് 2026. ഹല്ലേലൂയ. നിങ്ങൾ കർത്താവിന് വേണ്ടി ജീവിച്ചാൽ, നമുക്ക് ഈ കർത്താവിന് വേണ്ടി ജീവിക്കുക അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നടക്കുക എന്ന് പറയുമ്പോൾ നമുക്കത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റില്ല. കേട്ടോ, ഞാൻ കർത്താവിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, ഞാൻ യേശുവിൻ്റെ മകനാണ്, ഞാൻ യേശുവിൻ്റെ മകളാണ് എന്നെങ്കിൽ ആരെങ്കിലും കാണിക്കുവാൻ ശ്രമിക്കുന്നെങ്കിൽ അത് പൊയ്യാണ്. ഭയങ്കര പ്രാർത്ഥനക്കാരനോ പ്രാർത്ഥനക്കാരിയോ ഭയങ്കരമായ വചനം വായനയോ വചനം പ്രസംഗിക്കുന്ന ആ വ്യക്തിയായിട്ട് ഷോ കാണിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ കാണിക്കുന്ന അത് പൊയ്യാണ്, അത് ഉപായമാണ്, അത് ഒരിക്കലും ദൈവസന്നിധി നിൽക്കില്ല. ഹല്ലേലൂയ.
അതേസമയം നീ യഥാർത്ഥമായി സത്യസന്ധമായാണ് നിൽക്കുന്നെങ്കിൽ ആരൊക്കെ നിന്നെ തകർക്കുവാൻ ശ്രമിച്ചാലും തകരപ്പെടുകയില്ല. കാരണം കർത്താവ് നിന്നെ ഉള്ളം കൈയിൽ വഹിക്കും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തെ കർത്താവിൻ്റെ കരത്തിൽ കൊടുക്കണം. പൂർണ്ണമായും കർത്താവിൻ്റെ പ്രവൃത്തി നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാൻ വേണ്ടി ഈ ദിവസങ്ങളിൽ വിട്ടുകൊടുക്കണം. ഹല്ലേലൂയ. അതേപോലെ തന്നെ ദിനവൃത്താന്തം 1 ദിനവൃത്താന്ത പുസ്തകം അതിനകത്ത് 1 ദിനവൃത്താന്ത പുസ്തകം അതിൻ്റെ 6-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം ആദ്യം വായിക്കാം. അത് കഴിഞ്ഞിട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കാം. 16-ാം അധ്യായം അതിൻ്റെ 13-ാം വാക്യം 16-ാം അധ്യായം 1 ദിനവൃത്താന്ത പുസ്തകം 16-ാം അധ്യായം അതിൻ്റെ മതി. അവൻ ചെയ്ത അത്ഭുതങ്ങളും അരുളി ചെയ്ത അടയാളങ്ങളും വിധികളും ഓർത്തുകൊള്ളണം. നിങ്ങളോട് ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എന്ത് ചെയ്യണം? ഓർമ്മിക്കണം. ഹല്ലേലൂയ. എപ്പോഴൊക്കെ ഓർമ്മിക്കണം? നിങ്ങളോട് ദൈവം ഒരു അത്ഭുതം, നിങ്ങൾക്ക് വേണ്ടി ദൈവം ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്നും അത് ഓർമ്മിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? എനിക്ക് വേണ്ടിയാണ് ദൈവം അത്ഭുതം ചെയ്തത്, എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ ഒരു അത്ഭുതം ചെയ്തിട്ടുണ്ടെന്ന് ഓർമ്മിച്ചിരിക്കുന്ന എത്ര പേരുണ്ട്? അവർ ഒന്ന് ഹല്ലേലൂയ പറഞ്ഞേട്ടെ. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങൾ എപ്പോഴൊക്കെ ഓർമ്മിക്കണമെന്നറിയാമോ? എല്ലാ സമയവും ഓർമ്മിക്കണം. അടുത്തൊരു കഷ്ടം വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റാത്തൊരു വേദന വരുമ്പോഴും ദൈവം ചെയ്ത അത്ഭുതത്തെ ഓർമ്മിക്കണം. കാരണം ദൈവം ഇതിനേക്കാളും വലുത് എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ടെന്നുള്ളൊരു ഓർമ്മ നിൻ്റെ ഉള്ളിൽ വന്നാലും ദൈവത്തോട് കൂടുതൽ നീ അടുക്കേയുള്ളൂ, പിറുപിറുക്കില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്ത അത്ഭുതങ്ങളെ നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി നിങ്ങൾ മറന്നു പോകുന്നതാണെങ്കിൽ ഒരു പുസ്തകം എടുത്ത്, ഒരു ബുക്കെടുത്ത് അതിൽ അക്കമിട്ട് എഴുതി വെക്കണം. എൻ്റെ ജീവിതത്തിനകത്ത് ഇന്ന ദിവസം, ഇന്ന തീയതി, ഇന്ന പാസ്റ്ററിലൂടെ, അല്ലെങ്കിൽ ഇന്ന ദൈവദാസനിലൂടെ, അല്ലെങ്കിൽ ഇന്ന വചനത്തിലൂടെ, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ എൻ്റെ കൂടെ ദൈവം പ്രവർത്തിച്ചു, അത്ഭുതം ചെയ്തു. ഹല്ലേലൂയ. എനിക്ക് കർത്താവ് അത്ഭുതം ചെയ്ത് എനിക്ക് കൃത്യമായ അതൊരു അത്ഭുതമായ ഒരു മിറാക്കിൾസായി തോന്നിയ ഒരുപാട് അത്ഭുതങ്ങൾ എൻ്റെ ജീവിതത്തിൽ ചെയ്തിട്ടുണ്ട്. അതിലൊരു അത്ഭുതമാണ് എൻ്റെ കഴുത്തിലുണ്ടായ മുഴ. 6 മുഴ വന്നിട്ട് നിവർന്ന് നിൽക്കുവാൻ കഴിയാത്ത ഒരവസ്ഥ എനിക്കുണ്ടായിരുന്നു. ഒരു 14 വയസ്സ് 9-ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം എൻ്റെ ജീവിതം തകർന്നു വന്ന് തോന്നിയ ഒരു മേഖല എനിക്കുണ്ടായിരുന്നു. ഞാനൊരു ആരാധനാലയത്തിൽ ചെന്ന് ആരാധനാലയത്തിൽ വെച്ച് 2ാമത്തെ ആരാധന മധ്യേ എൻ്റെ കർത്താവിൻ്റെ കരം പിടിച്ച് എന്നെ സൗഖ്യമാക്കിയതാണ്. ഞാൻ ഇന്നും ആരോടെ എന്ത് പറഞ്ഞു വന്നാലും, ദൈവകാര്യം പറഞ്ഞു വന്നാലും അറിയാതെ ആ കാര്യം പറയും. കാരണം എന്തെന്നറിയാമോ? എനിക്കറിയാമായിരുന്നു എൻ്റെ ജീവിതം അതോടെ ക്ലോസ് ചെയ്തു, ചാപ്റ്റർ ക്ലോസ് ചെയ്തു. മെഡിക്കൽ സയൻസിനൊന്നും ചെയ്യാൻ ഇല്ല. വ്യക്തിപരമായ ജീവിതമാകുന്ന എനിക്കൊന്നും ചെയ്യാൻ ഇല്ല. കുറച്ചു കാലം നോക്കിയിട്ട് എന്ത് ചെയ്യണം? ഈ ലോകം വിട്ട് ആത്മഹത്യ ചെയ്യണം, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നിന്ന് പോകണം എന്ന് ചിന്തിച്ച വ്യക്തിയാണ്. ആ വ്യക്തി ജീവിതം, അതും ഒരു 10 മിനിറ്റ് കൂടുതൽ നിവർന്നിരിക്കാൻ കഴിയില്ല. കഴുത്തുയർത്തി, അതായത് നമ്മൾ സാധാ ഇരിക്കുന്നത് പോലെ നിൽക്കുന്നത് പോലെ നിൽക്കാൻ കഴിയില്ല. കഴുത്തിനകത്തൂടെ ഭയങ്കര, അതായത് ഈ തലയുടെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലേക്ക് ഭയങ്കരമായി ഒരു വാള് കുത്തിയിറക്കുന്നത് പോലെ നിലവിളിക്കേണ്ട അത് വേദന അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ ജീവിച്ചത്. അത്രയും കാലം, കുറച്ച് കാലമേ ജീവിച്ചോളൂ. അങ്ങനെ ഒരു സംഭവം വന്നുള്ളൂ. പക്ഷെ 1.5 വർഷം ഉണ്ടായിരുന്നു. ആ 1.5 വർഷത്തോളം എൻ്റെ ജീവിതം നശിച്ചു എന്ന് തോന്നിയ സമയമാണ്. ആരോടെ ഒന്നും മിണ്ടില്ല. പലപ്പോഴും എൻ്റെ കണ്ണിൽ നിന്നിങ്ങനെ കണ്ണുനീര് ഒലിച്ചു വരും. അത്രത്തോളം വേദനയായിരുന്നു, അത്രത്തോളം സഹിക്കാൻ പറ്റാത്ത വേദനകളും പ്രയാസങ്ങളും. അതിൻ്റെ ഇടയിൽ സഹോദരങ്ങളെന്ന് പറയുന്ന വ്യക്തികളിൽ നിന്നുള്ള ആക്ഷേപവും പരിഹാസവും ഇതെല്ലാം സഹിച്ച് ജീവിച്ച ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ ആ കാലഘട്ടത്തിൽ എൻ്റെ ദൈവമാണ് എനിക്ക് അത്ഭുതം ചെയ്തത്. ഇന്ന് എന്ത് ബുദ്ധിമുട്ട് വന്നാലും ഞാൻ ആദ്യം പറയുന്ന വാക്കെന്തെന്നറിയാം, കർത്താവേ, അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്നെ അങ്ങക്ക് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇന്ന് കാണുന്നതൊക്കെ നിസ്സാരം എന്ന് പറയും. ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്ത അത്ഭുതത്തെ മറക്കരുത്. നീ അങ്ങനെ മറക്കുന്നുണ്ടെങ്കിൽ പിന്നീട് കർത്താവുമായിട്ടൊരു ബന്ധം നിനക്കില്ലാത്ത വ്യക്തിയാണ്. എത്രയോ പേർ ദൈവസന്നിധിയിൽ വന്നു, എത്രയോ പേർ ഇതിനകത്ത് അത്ഭുതങ്ങൾ പ്രാപിച്ചു. എത്ര വലിയ അടയാളങ്ങൾ നടന്ന സഭയാണെന്നറിയാം ഇത്. ഇതിനകത്ത് ഇന്നും ഇതിനകത്ത് അത്ഭുതങ്ങൾ നടന്നവർക്ക് പറയാൻ കഴിയും. കുഞ്ഞു കെട്ടിയത്, രോഗം മാറിയത്, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിയത്, പ്രതികൂലങ്ങൾ മാറിയത്. പലരും ദൈവസന്നിധിയിലും സാക്ഷി പറഞ്ഞിട്ടില്ല, ദേശത്തിന് മുന്നേയും പറഞ്ഞിട്ടില്ല. പക്ഷെ അവരനുഭവിച്ചുകൊണ്ടിരുന്ന വേദന അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോൾ നാട് മൊത്തം അറിയായിരുന്നു ഇങ്ങനൊരു പ്രശ്നം ഉണ്ട്. പക്ഷെ ദൈവം ഒരത്ഭുതം ചെയ്തപ്പോൾ എന്ത് ചെയ്തു? അടച്ച് മൗനമായിട്ടുണ്ട്. ദൈവം ചെയ്തതിനെ പറയാൻ ഭയങ്കര മാനക്കേടാണ്. ഹല്ലേലൂയ.
അതേസമയം നമ്മളൊരു ആശുപത്രിയിൽ പോയി രോഗം മാറി, ആ ഡോക്ടർ കൊണ്ട് 1500 ലക്ഷം കൊടുക്കുന്ന പരസ്യം നമ്മൾ ഇടും, എല്ലാവരോടും പറയും. വേണമെങ്കിൽ പോസ്റ്റിൻ്റെ ഉടയും പറയും, നീ അറിഞ്ഞ ആള് നല്ല ആളാണ്, വൈകുന്നേരം 6 മണി തൊട്ട് നേറ്റിങ്ങര ഇന്ന സ്ഥലത്ത് ആള് ഇരിപ്പുണ്ട്, അങ്ങോട്ട് പോയാൽ മതിയെന്ന്. പക്ഷെ ദൈവം ചെയ്താൽ പറയില്ല. ഹല്ലേലൂയ. ദൈവം ചെയ്താൽ നന്ദിയും പറയില്ല, ദൈവം ചെയ്താൽ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുകയില്ല, ദൈവത്തിൽ നിന്ന് വീണ്ടും ഒരു അത്ഭുതം വാങ്ങാൻ വരെയും ചെയ്യും. ഹല്ലേലൂയ. പിന്നീട് അത്ഭുതം നടക്കുമോ? ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം തന്ന സൗഖ്യത്തെ നിങ്ങൾ സാക്ഷീകരിക്കണം. നിങ്ങൾക്ക് വെളിയിലിറങ്ങിയെങ്കിലും നിങ്ങളുടെ ദേശത്തിനകത്തെങ്കിലും പറയാം, നിങ്ങൾ ഈ രോഗത്തിൽ കിടന്നപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയ അല്ലെങ്കിൽ നിങ്ങളെ തിരക്കി വന്ന നിങ്ങളോട് ചോദിച്ച വ്യക്തികളോടെങ്കിലും പറയാം, ഇത് ദൈവം എനിക്ക് വേണ്ടി മാറ്റിയതാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരെങ്കിലും അങ്ങനെ പറയാതിരിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് മുതൽ ദൈവം ചെയ്ത അത്ഭുതത്തെ നീ പറഞ്ഞു തുടങ്ങണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാമെന്ന് അറിയാമോ? നമുക്ക് അടുത്ത ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ, മനുഷ്യനാണ്, കഷ്ടവും പ്രയാസവും അവൻ്റെ ജീവിതത്തിൽ തുടർമാനമായി ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തെ അറിഞ്ഞെന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടം വരാതിരിക്കില്ല, ദൈവത്തെ അറിഞ്ഞു ദൈവത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസം വരാതെ ഇരിക്കില്ല. പക്ഷെ അതിനകത്ത് ആര് കൈത്താങ്ങും? ദൈവം കൈത്താങ്ങും. ആ താങ്ങുന്ന ദൈവത്തെ അല്ലെങ്കിൽ ആ നടത്തുന്ന ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയണം. ഹല്ലേലൂയ. നമ്മൾ എന്തെല്ലാം വിഷയങ്ങൾ പറയാൻ വേണ്ടി സമയം കണ്ടെത്തുന്നു അല്ലേ? മുല്ലപ്പെരിയാർ ഡാമിനെ കുറിച്ച് നമുക്ക് എന്തെങ്കിലും അറിയാമോ? പക്ഷെ സംസാരിച്ച് വരുമ്പോൾ നമ്മൾ പറയും. ഹല്ലേലൂയ. പക്ഷെ നമുക്കറിയാവുന്ന ദൈവത്തെക്കുറിച്ച് നമ്മൾ എന്ത് ചെയ്യില്ല? മിണ്ടില്ല. അപ്പുറത്തുള്ള വീട്ടുകാരനെ കുറിച്ച് പറയും, ഇപ്പുറത്തുള്ള വീട്ടുകാരിയെക്കുറിച്ചും പറയും. നമ്മളെ കൂടെ നടക്കുന്ന നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തെക്കുറിച്ച് നമ്മൾ പറയില്ല. ആ ദൈവത്തിന് ആര് പഴി പറഞ്ഞാലും നമ്മൾ കേട്ടോണ്ടും നിൽക്കും. ഹല്ലേലൂയ. ഈ പരിപാടി വെച്ച് നടത്തണം. കാരണം നിങ്ങളോടൊപ്പം 2 ദൂതന്മാർ, ഏറ്റവും കുറഞ്ഞത് 2 ദൂതന്മാർ നിങ്ങളോടൊപ്പം ഉണ്ട്. സേവനാത്മാക്കളുടെ ദൂതന്മാർ നിങ്ങളോടൊപ്പം ഉണ്ടെന്നാണ്. ഈ ദൂതന്മാർ എപ്പോഴും ദൈവത്തെ മുഖാമുഖം കാണുന്നുണ്ട്. നിങ്ങൾ ഇവിടുത്തെ ദൈവത്തെ ഉയർത്തിയാൽ, ഈ ലോകത്തിൽ വെച്ച് നീ ദൈവത്തെ ഉയർത്തിയാൽ ദൈവം പറയുന്നു, കർത്താവ് പറയുന്നു, ഞാൻ ദൂതന്മാരുടെ മധ്യ വെച്ച് നിന്നെയും ഉയർത്തും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കിവിടെ കുടുംബത്തോട്, ഭർത്താവിനോട് പറയാൻ തന്നെ പേടിയാണ്, ഭാര്യയോട് പറയാൻ പേടിയാണ്, നാട്ടുകാരോട് പറയാൻ പേടിയാണ്. എന്നാൽ എന്ത് ചെയ്യണം? ദൈവം വേണം, ദൈവപ്രവൃത്തിയും വേണം. ഹല്ലേലൂയ. ദൈവം നിന്നോട് കൂടെ നിന്ന് പ്രവർത്തിച്ച അത്ഭുതങ്ങളെ, നിന്റെ ഭവനത്തിൽ നടന്ന അത്ഭുതങ്ങളെ, നിന്റെ കുഞ്ഞിൻ്റെ മേൽ നടന്ന അത്ഭുതങ്ങളെ, മറ്റു വ്യക്തികളിൽ നടന്ന അത്ഭുതങ്ങളെ നീ മറ്റുള്ളവരോട് പറഞ്ഞിരിക്കണം. ഹല്ലേലൂയ. നിങ്ങളോട് കർത്താവ് അങ്ങനെ തന്നെ പരിശുദ്ധാത്മാവ് പറയാൻ പറയുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളിലൂടെ ദൈവപ്രവൃത്തി വീണ്ടും വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. നീ ഒരു നിന്ദാപാത്രമാകുവാൻ ദൈവം വിടുകയില്ല, ഇടവരുത്തുകയില്ല എന്ന് പറഞ്ഞ കാരണം നീ ആരെയാണ് ഉയർത്തുന്നത്? കർത്താവിനെ ഉയർത്തുന്ന വ്യക്തിയാണ്. കർത്താവിനെ ഉയർത്തുന്നവനെ കർത്താവ് കാത്തു പരിപാലിക്കും. ഹല്ലേലൂയ. ഇതിൻ്റെ തന്നെ 9-ാം വാക്യം പറയുന്നു, 8-9 വാക്യങ്ങൾ പറയുന്നു, യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവൻ്റെ നാമത്തെ ആരാധിപ്പിൻ, ജാതികളുടെ ഇടയിൽ അവൻ്റെ പ്രവൃത്തിയെ അറിയിപ്പിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യണം. സ്തോത്രം എന്ന് പറഞ്ഞാൽ ആരാധനയാണ്. നിങ്ങൾ എപ്പോഴും ആരാധിക്കണം? നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവത്തെ ആരാധിക്കണം. എന്ത് തടസ്സമുണ്ടെന്ന് പറഞ്ഞാൽ ആരാധനയ്ക്ക് കുറവ് വരുത്തരുത്. ഹല്ലേലൂയ. ശത്രു ആദ്യം ചെയ്യുന്ന തന്ത്രം എന്തെന്നറിയാമോ? ഈ സഭയ്ക്കകത്തും ശത്രു ഒരുപാട് പേരെ തകർത്തിട്ടുണ്ട്. എങ്ങനെയെന്നറിയാം തകർക്കുന്നത്? കൂട്ടായ്മയിൽ നിന്ന് അവരങ്ങ് മാറ്റും. ഹല്ലേലൂയ. ദേവദാസൻ പറയുന്നത് തെറ്റാണ്, അത് തെറ്റാണ്, ശുശ്രൂഷ തെറ്റാണ്, ഇത് തെറ്റാണ്, മറ്റത് തെറ്റാണ്, മറിച്ചത് തെറ്റാണ്, ഇവിടെ വരണവർ ശരിയല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ ചിന്തകളും പ്രവൃത്തികളും കൊണ്ടിട്ട്, സംസാരങ്ങൾ കൊണ്ടിട്ട് ആരാധനയിൽ നിന്ന്, കൂട്ടായ്മയിൽ നിന്ന് അകറ്റി ഒറ്റപ്പെടുത്തും. കൂട്ടത്തോടെ 5 പേർ നിൽക്കുമ്പോൾ ഒരാൾക്ക് വന്ന് നിങ്ങളെ ഉപദ്രവിക്കാൻ പറ്റുമോ? പറ്റുമോ? ഹല്ലേലൂയ. നിങ്ങൾ 5 പേർ ചേർന്ന് ഒരുപോലെ ഒരേ ബലത്തിൽ നിൽക്കുകയാണെങ്കിൽ ഒരു ശത്രുവിനെ നിങ്ങളെ തകർക്കുവാൻ കഴിയല്ല. പക്ഷെ 5-ൽ നിന്ന് ഒറ്റയ്ക്കാക്കും. നമ്മൾ ആനിമൽ പ്ലാന്റ് സിനിമ ഇതൊക്കെ കാണുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും. കൂട്ടത്തോടെ നിൽക്കുന്ന മാനിനെ അല്ലെങ്കിൽ കൂട്ടത്തോടെ നിൽക്കുന്ന മൃഗങ്ങളെ, സിംഹവും പുലിയൊക്കെ വന്നിട്ട് എന്ത് ചെയ്യുമെന്നറിയാമോ? ഒറ്റയ്ക്കാക്കിയിട്ട് ഒന്നിനെ ലക്ഷ്യം വെച്ച് അതിനെ ഓട്ടിച്ച് ഇവരെ ഇടയിൽ നിന്ന് അങ്ങ് മാറ്റും. എന്നിട്ട് എന്ത് ചെയ്യും? പിടിച്ച് തടവിടും അല്ലേ?
പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത് തടവി വിടുന്നതാണ്. ഹല്ലേലൂയ. നമ്മുടെ കൂട്ടായ്മയുടെ നിന്നും കർത്താവാകുന്ന സഭയാകുന്ന തിരുവചനമനുസരിച്ച ദൈവത്തിൻ്റെ ശരീരമാകുന്ന കൂട്ടായ്മയിൽ നിന്നും ദൈവദാസനിൽ നിന്നും ശുശ്രൂഷയിൽ നിന്നും നിങ്ങളെ അകറ്റുന്ന എന്തെങ്കിലും ചിന്ത ഉണ്ടെങ്കിൽ അങ്ങനെ കളയണം. ഹല്ലേലൂയ. ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതായിരിക്കും പറയുന്നത്, ചിലപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ദേഷ്യമായിരിക്കാം, നിങ്ങളോട് പറയുന്ന കാര്യം നിങ്ങൾക്ക് സങ്കടം വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് വിഷമം വരുന്നുണ്ടായിരിക്കാം, നിങ്ങൾക്ക് പിറുപിറുപ്പ് വരുന്നുണ്ടായിരിക്കാം. സഹിക്കുക. ഞാനും സഹിച്ചതാണ്, ഇന്നും സഹിക്കണമുണ്ട്. ഹല്ലേലൂയ. കാരണം ഒരു കൂട്ടായ്മ വേണം, വേണ്ടേ? കൂട്ടായ്മ ഉണ്ടപ്പോൾ ഐക്യതയോടെ ഒരു പ്രാർത്ഥനാ സപ്പോർട്ട് ലഭിക്കും. കൂട്ടായ്മ ഉള്ളപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ മേൽ വെളിപ്പെട്ടുകൊണ്ടേ ഇരിക്കും. ഒറ്റപ്പെടുവാൻ ശ്രമിക്കരുത്. ഒറ്റപ്പെട്ടാൽ നിൻ്റെ ജീവിതത്തിനകത്ത് വീണ്ടും പ്രതികൂലങ്ങൾ കഴിഞ്ഞ നാളിൽ വന്നതിനേക്കാൾ ഇരട്ടിയായി പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും. നിനക്കിത് എന്ത് ചെയ്യണമെന്നറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോകും. നിനക്കിനി എന്ത് ചെയ്യണം, എങ്ങനെ ജീവിക്കണം, എന്ത് ചെയ്താൽ ഇത് മാറുമെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ ദൈവപ്രവൃത്തി നമുക്ക് കാണുവാൻ കഴിയുകയില്ല. ഹല്ലേലൂയ. നന്മ തന്ന ദൈവത്തിനെ സ്തുതിക്കുക, ആ യഹോവയെ സ്തോത്രം ചെയ്ത് ആരാധിക്കുക. എവിടെ ആരാധിക്കണം? കൂട്ടായ്മയുടെ മധ്യത്തിൽ വന്ന് നന്നായി ആരാധിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഇവിടെ സഭാ ആരാധന സ്റ്റാർട്ട് ചെയ്യുന്നത് 9 മണിക്കാണ്. ഈ 9 മണിക്ക് മുന്നേ ഇതിനകത്ത് പ്രവേശിക്കണം. വന്നിട്ട് ഇതിനകത്തിരുന്ന് ആരാധിക്കണം, പ്രാർത്ഥിക്കണം. എന്നിട്ട് 9 മണി മുതൽ 9:30 വരെ, ഏകദേശം 9-9:30 വരെ അന്യഭാഷയിലുള്ള പ്രാർത്ഥനയുണ്ട്. ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. അത് കഴിഞ്ഞിട്ട് വർഷിപ്പിന് നന്നായി ആരാധിക്കണം. ഹല്ലേലൂയ. നിനക്കറിയാവുന്ന പാട്ടാകട്ടെ, അറിഞ്ഞൂടാത്ത പാട്ടാകട്ടെ, നിനക്കറിയാവുന്ന വ്യക്തിയാകട്ടെ, അറിഞ്ഞൂടാത്ത വ്യക്തിയാകട്ടെ, ആരാധിച്ചാലും ആര് സ്തുതിച്ചാലും കൂടെ സ്തുതിക്കണം. ഹല്ലേലൂയ. നീ നിനക്ക് വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ നിൻ്റെ ജീവിതത്തിനകത്ത് നീണ്ട നിരയായി വരും. അത് അത്രയും ചെയ്തതിന് ശേഷമേ വചനം കേൾക്കാവൂ. വചനം കേട്ടാലേ ഡെലിവറൻസ് അടുത്ത് നടക്കൂ. നമ്മളിപ്പം ചെയ്യുന്നത് എന്താണ്? ഹല്ലേലൂയ. എല്ലാ തിരക്കുകളും ഒഴിഞ്ഞ് എല്ലാം മാറ്റി വെച്ചിട്ട് ആരാധനയൊക്കെ പിന്നീടായാലും കൊടുക്കാമല്ലോ. നമുക്ക് വരുന്നു, വചനം കേൾക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പലരുടെ ഉള്ളിൽ, എന്നെ കേൾക്കുന്ന പലരുടെ ഉള്ളിലുള്ള സംഭവം എന്താണെന്നറിയാമോ? പ്രാർത്ഥിച്ച് അവസാനമുള്ള പ്രാർത്ഥനയെ പങ്കെടുത്ത് എന്ത് കിട്ടും? ഡെലിവറൻസ് കിട്ടും. ദൈവദാസം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ മറുപടി കിട്ടും. അതൊക്കെ നിങ്ങളെ തോന്നലാണ്. ദൈവത്തിന് കൊടുത്താൽ ദൈവം ഇങ്ങോട്ട് തിരിച്ച് തരും. എന്താണ് കൊടുക്കേണ്ടതുള്ളത്? ആരാധന. യാഗം എന്ന് പറയുന്ന ആരാധന നീ കൊടുക്കുമ്പോൾ ദൈവപ്രവൃത്തി നിൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടുന്നതാണ്, റിസൾട്ടായിട്ട് വെളിപ്പെടുന്നത്. നമ്മളൊക്കെ മീഡിയേറ്ററാണ്. അല്ലാതെ എനിക്ക് വലിയ സംഭവമായിട്ട് എനിക്ക് ഭയങ്കര കഴിവുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് നിൽക്കണ്ടായിരുന്നു. ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെ നടയിലോ എവിടെയെങ്കിലും നിന്നിട്ട് വാ പ്രാർത്ഥിക്കാം, അത്ഭുതം നടക്കും ഒരു ബോർഡ് വെച്ചാൽ പോരെ. ഹല്ലേലൂയ. എന്തായാലും ഒരു 2-3 സഹോദരന്മാരെങ്കിലും എൻ്റെ കൂടെ വന്ന് നിൽക്കും, വിളിച്ചോണ്ട് വരാൻ വേണ്ടി. ഇങ്ങ് വാ, നിൻ്റെ ഈ പ്രശ്നം മാറും. മുഴയാ, ഇങ്ങ് വാ, ഇവിടെ തീരും. എനിക്ക് എപ്പോഴേ സൗഖ്യം കൊടുക്കായിരുന്നു. ഒരാളെ പിടിച്ച് പുറത്തിരുന്ന് കാഷ്യറായിട്ട് ഇരുത്തുമായിരുന്നെങ്കിൽ ഞാൻ. ഹല്ലേലൂയ. എനിക്കങ്ങനെ ഒരു കഴിവില്ല. ദൈവത്തിന് കൊടുക്കുന്നതാണ് ദൈവം തരുന്നത്. അപ്പോൾ നിങ്ങൾ ഒരിക്കലും പിന്നെ എന്തിനാണ് കൂട്ടായ്മ, പിന്നെ എന്തിനാണ് ഒരു മീഡിയേറ്റർ ഇങ്ങനെ ചോദിച്ചാൽ, കർത്താവ് പറഞ്ഞിരിക്കുന്ന ഒരു അടിസ്ഥാനമുണ്ട്. സഭ എന്ന് പറഞ്ഞാൽ കർത്താവിൻ്റെ ശരീരമാണ്, അതൊരു കൂട്ടായ്മയാണ്. ഹല്ലേലൂയ. ആ കൂട്ടായ്മയിൽ നമ്മൾ വന്ന് ഉറച്ചു നിൽക്കണം. അപ്പോസ്തലന്മാർ എന്ന അടിസ്ഥാനത്തിൽ, പ്രവാചകന്മാരെന്ന അടിസ്ഥാനത്തിൽ, ഉപദേഷ്ടാവെന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ, ഇടയൻ എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ, ഇവാഞ്ചലിസ്റ്റ് എന്ന് പറയുന്ന അടിസ്ഥാനത്തിൽ, 5-fold മിനിസ്ട്രിയുടെ ഒരു അടിസ്ഥാനമിട്ട് കർത്താവ് തൻ്റെ ശരീരത്തെ ഉറപ്പിച്ച് ഈ ലോകത്ത് നിർത്തിയിരിക്കുന്നതാണ് സഭ. നമ്മളും സഭയാണ്. സഭയാകുന്ന നമ്മൾ എന്ത് ചെയ്യണം? ഒരു കൂട്ടായ്മ, ഒരു സഭയ്ക്കകത്ത് അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയുടെ മധ്യത്തിൽ പോയി ദൈവത്തെ ആരാധിക്കണം. 2 പേർ അല്ലെങ്കിൽ 1-ലധികം പേർ എവിടെ കൂടി വന്നാലും അവിടെ ആര് വെളിപ്പെടും? കർത്താവ് ഇറങ്ങി വരും. നിന്റെ ആവശ്യകാര്യങ്ങൾ കർത്താവിനോട് പറയുവാൻ കഴിയും. ഹല്ലേലൂയ. അങ്ങനെ പറയുമ്പോൾ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ. ഇതിനകത്ത് 8-ാം വാക്യത്തിൽ പറയുന്നു, നിങ്ങൾ ഒരിക്കലും ഇതുവരെ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷേ 2026 ഒരു ദിവസം പോലും ആരാധന മുടങ്ങരുത്. ഈ സഭയുടെ അകത്ത് വലിയ ആരാധനകളൊന്നുമില്ല. 2 ശനിയാഴ്ചയുള്ള ഡെലിവറൻസ് മീറ്റിംഗ്, 4 ഞായറാഴ്ച അല്ലെങ്കിൽ 3 ഞായറാഴ്ചയുള്ള ആരാധനയെ ഉള്ളൂ. പിന്നെ വെള്ളിയാഴ്ച വൈകുന്നേരം പ്രയറുണ്ട്. അത് നിങ്ങൾക്ക് കടന്നു വരാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു. എല്ലാത്തിലും വരണം. കടന്നു വരാൻ കഴിയുമെങ്കിൽ ഇവിടെ വന്നിരുന്ന് അതിനും പ്രാർത്ഥിക്കുവാൻ കഴിയും. അതേപോലെ ജാതികളുടെ ഇടയിൽ എന്ത് ചെയ്യണം? അവൻ്റെ പ്രവൃത്തിയെ
അറിയിപ്പിക്കണം. ഇന്നും നമ്മുടെ ദൈവം ജീവിക്കുന്നുവെന്ന് നമ്മുടെ ലോകത്തിൻ്റെ മുന്നേ പറയണം. ഹല്ലേലൂയ. നമ്മൾ അറിയാവുന്ന വ്യക്തികളോട് സംസാരിക്കുമ്പോൾ ഒരു വാക്കെങ്കിലും നിങ്ങൾ യേശുവിനെ കുറിച്ച് പറയണം. നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച കാര്യം പറയണം. നിങ്ങളോട് ഒരാൾ കഷ്ടം പറയുമ്പോൾ നിങ്ങൾ കഷ്ടം പറയുന്നവരോട് സമാധാനിപ്പിക്കുന്നതിന് പകരം, സമാധാനിപ്പിക്കുന്ന നല്ലതാണ്, അതിനോടൊപ്പം ആരെക്കുറിച്ച് വെളിപ്പെടുത്തണം? ലോകം തരാത്ത സമാധാനം കൊടുക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് വെളിപ്പെടുത്തണം. ഹല്ലേലൂയ. അത് നിങ്ങൾ എന്ത് ജോലി ചെയ്താലും ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റൂലേ? പറ്റുമല്ലേ? പറ്റും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ചെയ്യൂല. ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തിനകത്ത് ചെയ്ത നന്മകളെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ തിന്മ നമ്മുടെ ഭവനത്തിനകത്ത് വരികയില്ല. നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ. നിൻ്റെ ജീവിതത്തിനകത്ത് തിന്മയെന്ന് തോന്നുന്നത് പോലും നിന്നെ അലട്ടൂല. മറ്റുള്ളവർ പറയും ഇതെങ്ങനെ പിടിച്ചിരിക്കുന്നു, അയ്യോ ഭയങ്കര കഷ്ടമായി പോയെന്ന് മൂക്കത്ത് വിരൽ വയ്ക്കാൻ വേണ്ടി ആൾക്കാർ വരുമായിരിക്കും. പക്ഷെ നിൻ്റെ ജീവിതത്തിൽ ഒന്നും നിനക്ക് തോന്നാതിരിക്കണമെങ്കിൽ ദൈവത്തിന് കീർത്തനം പാടി സ്തോത്രം ചെയ്ത് ആരാധിക്കണം. അതിൻ്റെ 9-ാം വാക്യം പറയുന്നു, അവന് പാടി കീർത്തനം ചെയ്യുവിൻ, അവൻ്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിപ്പിൻ. ഹല്ലേലൂയ. നമ്മൾ ദാവീദ് എന്ന് പറയുന്ന വ്യക്തിയെ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് മനസ്സിലാവും കേട്ടോ. അദ്ദേഹം യഥാർത്ഥത്തിൽ കാട്ടിലാണ്. അവിടെ ആരുമില്ല കൂടെ ആരാധിക്കുവാനോ കൂടെ ഇത് ചെയ്യാനോ ഒന്നുമില്ല. താൻ ഉണ്ടാക്കിയ കിന്നരം വെച്ച് താൻ ദൈവത്തെ ആരാധിച്ചുകൊണ്ടപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഒരു ട്യൂൺ ഉണ്ടായിരുന്നതാണ്, ആട്ടിൻ്റെ മാൻ. അങ്ങനെ ആരാധിച്ച ദാവീദിൻ്റെ ജീവിതത്തിനകത്താണ് ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് മഹാ അത്ഭുതം നടന്നത്. അങ്ങനെ ആരാധിച്ച ദാവീദിൻ്റെ ജീവിതത്തിനകത്ത് കഷ്ടം വന്നത്, പ്രയാസം വന്നത്, പ്രതികൂലങ്ങൾ വന്നത്. തകർന്നോ? എന്താ തകരാത്ത? തനിക്ക് ദൈവത്തെക്കുറിച്ച് നന്നായിട്ട് അറിയാമായിരുന്നു. തനിക്ക് വേണ്ടി അത്ഭുതം ചെയ്ത ദൈവമാണെന്ന് അറിയാമായിരുന്നു. താൻ രാജാവായിരുന്ന സമയത്തും പട്ട് വസ്ത്രം ഉടുത്ത് സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് ഓർഡർ കൊടുക്കേണ്ട സമയത്തും താൻ ഇറങ്ങി വന്ന് ദൈവത്തിൻ്റെ പെട്ടകത്തിൻ്റെ മുന്നേ ആരാധിച്ചവനാണ്, നൃത്തം ചെയ്തവനാണ്. അവനെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല, ഒരു രോഗത്തിനും കഴിയില്ല, ഒരു പ്രതികൂലത്തിനും കഴിയില്ല. ഇതിനകത്ത് ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ, ആരാധന നടത്തുന്ന, ആരാധന കൊടുക്കുന്ന, സ്തുതി യാഗ ആരാധന കൊടുക്കുന്ന ആരെങ്കിലും എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിന്നെക്കുറിച്ചും പറയുന്നു, നിന്നെ തകർക്കുവാൻ ഒരു ശക്തികൾക്കും കർത്താവ് വിട്ടുകൊടുക്കില്ല. കൃത്യസമയം പാലിച്ച് കർത്താവിന് വേണ്ടി ആരാധന കൊടുക്കുന്നുണ്ടെങ്കിൽ, എന്തൊക്കെ പ്രതികൂലം കൊണ്ടെങ്കിലും കൂട്ടായ്മ മുടങ്ങാതെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നിന്നെ പിടിച്ചു കെട്ടുവാൻ ഒരു ശക്തികൾക്കും കഴിയുകയില്ല. സർവശക്തൻ നിന്നോട് കൂടെ നിൽക്കും. നിൻ്റെ കുടുംബത്തെ, നിൻ്റെ കുഞ്ഞുങ്ങളെ, നിൻ്റെ ജീവിതത്തെ, നിൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളെ എല്ലാം നടത്തുവാൻ കർത്താവ് മുൻപന്തിയിൽ നിൽക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ജീവിക്കുന്നവനെ ലോകമറിയും. ഹല്ലേലൂയ. ഈ 2026 ചിലർ മഹാ അത്ഭുതങ്ങളായി മാറും. ദേശത്തിനകത്ത് തല ഉയർത്തി നിൽക്കുന്ന മേഖലകൾ ആരോടൊക്കെ പരിശുദ്ധാത്മാവാം ദൈവം പറയുന്നു, നിനക്ക് പ്രതീക്ഷിക്കാൻ വയ്യാത്ത ചില ഉയർച്ചകൾ ഈ ചർച്ചിനകത്ത് വരാൻ പോകും. വിശ്വസിക്കാൻ പറ്റാത്ത ഉയർച്ചകൾ. ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് ദേശം ചോദിക്കത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ മഹാ അത്ഭുതങ്ങൾ ചില വ്യക്തികളുടെ മേൽ വെളിപ്പെടാൻ പോകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളെ നോക്കിക്കൊണ്ട് ഞാൻ പ്രവചിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന സാധാരണക്കാരായ നിങ്ങൾ എല്ലാ നന്മകളും പ്രാപിച്ചുകൊണ്ട്, ഉയർച്ച പ്രാപിച്ചുകൊണ്ട് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി ജീവിക്കുവാൻ പോകുന്നു. കഴിഞ്ഞ നാളുകൾ കർത്താവിന് കൊടുത്ത ആരാധന, കഴിഞ്ഞ നാളുകൾ കർത്താവിന് കൊടുത്ത വില, കർത്താവിന് കൊടുത്ത വിശ്വസ്തത കർത്താവ് തിരിച്ച് മടക്കി നിനക്ക് നൽകുവാൻ പോകുന്നു. ദാവീദ് എന്ന് പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് നോക്കുകയാണെങ്കിൽ, ദാവീദിൻ്റെ അപ്പനോ അമ്മയോ ചാർച്ചക്കാരോ പോലെ വിചാരിച്ചാണോ അവൻ രാജാവും? വിചാരിച്ചാണോ? ഹല്ലേലൂയ. അങ്ങനെ വിചാരിച്ചെങ്കിൽ ശമൂവേൽ പ്രവാചകൻ വന്ന സമയത്ത് ആദ്യം വിളിക്കേണ്ടത് ആരായിരുന്നു? ദാവീദിനെ. മോനെ വാ, നിന്നെ രാജാവാക്കായി ആര് വന്നിട്ടുണ്ട്? പ്രവാചകൻ വന്നിട്ടുണ്ട്. അവനെ ഒളിച്ചു. ഏറ്റവും വലുത് പ്രവാചകൻ യഹോവയുടെ ശബ്ദം കേട്ട് വീണ്ടും ചോദിക്കണം, ഇനി ആരും നിന്റെ സന്തതിയായിട്ട് ഇല്ലേ എന്ന് ചോദിച്ചതിന് ശേഷമാണ് ആരെ വിളിച്ചുകൊണ്ട് വരുന്നത്? ദാവീദിനെ വിളിച്ചുകൊണ്ട് വരുന്നത്. ദാവീദിനെ വിളിച്ചുകൊണ്ടുവന്ന് ദാവീദിനെ അവരുടെ മുന്നേ വെച്ച് രാജാവാക്കി അഭിഷേകം, രാജകീയ അഭിഷേകം നൽകിയ ദൈവമാണ് നമ്മുടെ ദൈവം. തനിക്ക് മഹാ അത്ഭുതങ്ങൾ ചെയ്യണമെങ്കിൽ നീ ഏത് കുറ്റീരട്ടിൽ കടന്നാലും, ഏതു തകർച്ചയിൽ കടന്നാലും, ഏതു സാഹചര്യത്തിൽ കടന്നാലും, ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് പറഞ്ഞാലും, നിനക്ക് അടുത്തൊരു ഓപ്പണിംഗ് ഇല്ല എന്ന് പറഞ്ഞാലും, ആ ദൈവം ഇന്ന് ഈ പകൽക്കാലം നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. ഹല്ലേലൂയ. നിൻ്റെ അടുക്കലേക്ക് ഇറങ്ങി വരും. നിൻ്റെ സാഹചര്യങ്ങളെ ദൈവം മാറ്റും. ഹല്ലേലൂയ.
കാരണം മറ്റൊന്നുമല്ല, ദൈവത്തിന് നീ കൊടുത്ത വിലയാണ്, ദൈവത്തിന് നീ കൊടുത്ത മാന്യതയാണ്, ദൈവത്തിന് നീ കൊടുത്ത ആരാധനയാണ്. ചോദ്യം ചോദിക്കുന്നവർക്ക് പോലും ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് മനസ്സിലാവാത്ത രീതിയിൽ ലഭിക്കുന്ന വ്യക്തിക്ക് പറയാൻ കഴിയും, ഞാനും എൻ്റെ കുടുംബവും എന്തുള്ളൂ. ദാവീദ് പറഞ്ഞു. ഹല്ലേലൂയ. ഉറപ്പായും പറയാൻ കഴിയും കേട്ടോ. ദൈവത്തിൻ്റെ അത്ഭുതം പ്രാപിച്ച, ഒരു ചെറിയ അത്ഭുതങ്ങളും പ്രാപിച്ച നിങ്ങൾക്ക് പറയാൻ പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നിങ്ങൾ മറ്റുള്ളവരോട് അറിയിക്കണം, ആരാധിക്കണം. ദൈവസന്നിധിയിൽ ദൈവത്തിന് കൊടുക്കേണ്ട സർവ്വമാന്യതയും വിലയും ദൈവത്തിന് കൊടുക്കണം. സങ്കീർത്തനങ്ങൾ 9:1 പറയുന്നു, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിക്കും. എന്തു ചെയ്യും? പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും. ഹല്ലേലൂയ. നമ്മളെ സ്തുതികൾ ഇന്ന് ഞാൻ ഈ സംസാരിക്കുന്ന സമയത്ത് തന്നെ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് ചോദന ചെയ്തു നോക്കണം. ദൈവത്തെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന ഇത് മതിയോ? ഹല്ലേലൂയ. ഇതിനകത്ത് സങ്കീർത്തന പ്രമാണിക്ക് സങ്കീർത്തനക്കാരൻ എഴുതിയിരിക്കുകയാണ്, ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സ്തുതിക്കും, നിന്റെ അത്ഭുതങ്ങളൊക്കെയും വർണ്ണിക്കും. ഹല്ലേലൂയ. നിങ്ങൾ ദൈവത്തിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്തുതിക്കുകയും പൂർണ്ണ ആത്മാവോടെ ആരാധിക്കുകയും പൂർണ്ണമായി തൻ്റെ അത്ഭുതങ്ങളെ വർണ്ണിക്കുന്ന വ്യക്തിയായി തീരണം. ഹല്ലേലൂയ. അങ്ങനെ ചെയ്യുമ്പോൾ നിൻ്റെ ജീവിതം വീണ്ടും വീണ്ടും അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക്, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക്, അത്ഭുതങ്ങളിൽ നിന്ന് അത്ഭുതങ്ങളിലേക്ക് മാറിക്കൊണ്ടേ ഇരിക്കും. ഹല്ലേലൂയ. നിങ്ങൾ മനസ്സിലാക്കുന്നതിനേക്കാൾ വലിയ സത്യമാണ് ദൈവം. നമ്മൾ അറിഞ്ഞതിനേക്കാളും വലുതാണ് ദൈവം. നമുക്ക് ചെയ്ത അത്ഭുതത്തെക്കാളും വലിയ അത്ഭുതം ചെയ്യാൻ കർത്താവിന് കഴിയും. നിന്നെയും നിൻ്റെ തലമുറയും എന്നെയും എൻ്റെ തലമുറയെ അനുഗ്രഹിക്കുവാൻ ദൈവത്തിൻ്റെ കയ്യിൽ ഇനിയുമുണ്ട്. ഹല്ലേലൂയ. ഇതൊന്നുമായിട്ടില്ല. നമ്മൾ കുറച്ചൊക്കെ പ്രാപിച്ചപ്പോഴേ നമ്മൾ നിഗളിയായി പോയതാണ്. നമ്മൾ ആരാധന കുറച്ചതാണ്, ദൈവസന്നിധിയിൽ അകന്നതാണ്, ദൈവത്തിൽ നിന്ന് വിട്ടുപോയതാണ്. ദൈവത്തിൽ നിന്ന് നിങ്ങൾ പ്രാപിച്ചത് അത് ചെറുതാണെങ്കിലും അതിനെ പൂർണ്ണമായും ദൈവത്തിന് വേണ്ടി വർണ്ണിക്കണം, ആരാധിക്കണം. അങ്ങനെ ആരാധിച്ച് വർണ്ണിക്കുമ്പോൾ കർത്താവ് വലുത് നിങ്ങൾക്ക് വേണ്ടി വീണ്ടും വീണ്ടും ഒരുക്കും. സങ്കീർത്തനങ്ങൾ 139:14. ഹല്ലേലൂയ. ഭയങ്കരവും അതിശയവുമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു, നിന്റെ പ്രവൃത്തികൾ അത്ഭുതകരമായിരിക്കുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. ഒരു യഹോവ ഭക്തന് മാത്രമേ ദൈവത്തിൻ്റെ പ്രവൃത്തിയെക്കുറിച്ച് അറിയാൻ കഴിയും. ഞാൻ ഇതിനകത്ത് ഇന്ന് കർത്താവ് എന്നോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇന്ന് ആർക്കുമില്ലാത്ത പ്രതികൂലത്തിലൂടെ കടന്നു പോകുന്ന ആരെങ്കിലും ഇതിനകത്ത് എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ മഹാപ്രവൃത്തി നിൻ്റെ മേൽ വെളിപ്പെടുത്തുവാൻ സമയമായി. ഹല്ലേലൂയ. നിന്നെ സഹായിക്കേണ്ടവർ നിന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ ആശ്വാസം പറയാണ്ടവർ നിന്നെ കൈവിട്ടിട്ടുണ്ടെങ്കിൽ, നിന്നെ എല്ലാ സ്ഥലത്തും ഒറ്റപ്പെടുത്തിയതുപോലെ നിർത്തിയിട്ടുണ്ടെങ്കിൽ, എന്നിട്ടും നീ ദൈവത്തെ കൈവിടാതെ കൂട്ടായ്മ ആചരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഇന്ന് പകൽക്കാലം നീ കുറിച്ചിട്ടോ ഇനി വരാൻ പോകുന്ന നിൻ്റെ ദിവസമാണ്. ഹല്ലേലൂയ. നിന്നെ ഒരു അത്ഭുതമാക്കുവാൻ കർത്താവ് വിശ്വസിക്കുന്നു, ചെയ്യുന്നുണ്ട്. ദൈവത്തിന് വേണ്ടി എല്ലാം കളഞ്ഞിട്ട് ഇറങ്ങിയവരുണ്ട് കേട്ടോ. നല്ല ജോലി കാണും, നല്ല തൊഴിൽ കിട്ടുമായിരിക്കും, സാമ്പത്തികമായി വളർച്ച ലഭിക്കേണ്ട വ്യക്തിയായിരിക്കും. പക്ഷേ എന്ത് ചെയ്യുമെന്നറിയുമോ? ദൈവത്തിന് വേണ്ടി പലതും ഒഴിവാക്കും. ഹല്ലേലൂയ. പലതും ഒഴിവാക്കുമ്പോൾ പലരും പറയും, നിനക്ക് ഇത്രയൊക്കെ തൊഴിലറിയാമെങ്കിലും ഇത്രയൊക്കെ കാര്യങ്ങൾ അറിയാമെങ്കിലും എന്ത് ചെയ്തു, ഇങ്ങനെ നടക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്നൊക്കെ ചോദിച്ച വ്യക്തികളെപ്പോലും അനുഗ്രഹിക്കുന്ന വർഷമാണ് 2026. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിട്ടുകളഞ്ഞതിൻ്റെ ഇരട്ടിയായി മാന്യത കൊടുക്കുവാൻ പോകുന്ന മാസങ്ങളിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ആ ദൈവത്തെ ആരാധിക്കണം. ആരാധിച്ച് ഭയങ്കരവും അതിശയമായി എന്നെ സൃഷ്ടിച്ചിരിക്കാൻ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചതിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല. നന്നായി നമ്മെ സൃഷ്ടിച്ചു, നമ്മെ നടത്തി. നിൻ്റെ പ്രവൃത്തികൾ അത്ഭുതകരമാകുന്നു, അത് എൻ്റെ ഉള്ളം നല്ലവണ്ണം അറിയുന്നു. അങ്ങനെ നമ്മളെ ഉള്ളം നന്നായി അറിഞ്ഞാൽ എന്ത് ചെയ്യും? നമ്മളെ ഉള്ളിൽ നിന്ന് നമ്മൾ അറിയാതെ എന്ത് വരും? ആരാധന വെളിപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആയതുപോലെ തന്നെ
ദാനിയേലിൻ്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറയുന്നു. ദാനിയേൽ 4-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യം പറയുന്നു, അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. നെബൂഖദ്നേസർ എന്ന് പറയുന്ന രാജാവ് പറയുന്ന പറച്ചിലാണ്. പക്ഷെ അത്യുന്നതനായ ദൈവം എങ്കൽ പ്രവർത്തിച്ച അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രസിദ്ധമാക്കുന്നത് നന്നെന്ന് എനിക്ക് തോന്നിയിരിക്കുന്നു. ദൈവം നമുക്ക് ചെയ്ത അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രസിദ്ധമാക്കണം. ഹല്ലേലൂയ. അതാണ് സാക്ഷി പറയുക എന്ന് പറയുന്നത്. ദൈവം ചെയ്ത എന്ത് കാര്യമുണ്ടെങ്കിലും അത് പ്രസിദ്ധമാക്കണം. കാരണമെന്ന് പറഞ്ഞാൽ ദൈവം ചെയ്യുന്ന അത്ഭുതങ്ങൾ നിലനിൽക്കണമെങ്കിൽ, ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ, നമ്മുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യുന്ന കാര്യങ്ങൾ നിലനിൽക്കണമെങ്കിൽ നമ്മൾ ദൈവസന്നിധിയിൽ വന്ന് അതിനെക്കുറിച്ച് പറയണം. കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷ വേളയിൽ കർത്താവ് കുഷ്ഠരോഗികളെ സൗഖ്യമാക്കി. കുഷ്ഠരോഗികൾ നടന്നു പോയ സമയത്ത് അവരോട് കർത്താവ് പറയാണ്, നിങ്ങളെ തന്നെ ചെന്ന് പുരോഹിതനെ കാണിക്കണം. പുരോഹിതൻ പറയുന്ന വഴിപാടും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് നിങ്ങൾ ശുദ്ധീകരിക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു കുഷ്ഠരോഗി ഓടി വന്ന് യേശുവിൻ്റെ കാൽക്കീഴിലിരുന്നു. അപ്പം കർത്താവ് ചോദിച്ചു, മറ്റുള്ളവർ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവനെക്കുറിച്ച് അവർക്കറിയില്ല. ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോൾ എന്ത് ചെയ്തു? സൗഖ്യമായി. ഞാൻ ഓടി തിരിച്ചെവിടെ വന്നു? യേശുവിൻ്റെ സന്നദ്ധിയിൽ വന്നു. അപ്പോൾ യേശു പറയുന്നുണ്ട്, ഈ ജാതിയനല്ലാതെ മറ്റൊരാൾ നന്മ പറയുവാൻ അല്ലെങ്കിൽ നന്ദി പറയുവാൻ വന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ദൈവം ആഗ്രഹിക്കുന്നുണ്ട്, നിനക്ക് കിട്ടിയ അത്ഭുതങ്ങൾക്ക് ദൈവത്തിന് നന്ദി പറയണമെന്ന് ആരാഗ്രഹിക്കുന്നുണ്ട്? കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. കർത്താവ് പക്ഷെ ഓരോ പ്രവൃത്തി ചെയ്തിട്ടും അതിനകത്ത് തിരുവചനത്തിനകത്ത് പറയുന്ന ഇതാരോടും പറയരുത്. അങ്ങനെ പറയുന്ന കർത്താവ് പറയുന്നുണ്ട്, ഇവൻ മാത്രമേ മടങ്ങി എന്നുള്ളൂ. ബാക്കിയുള്ളതിന് സൗഖ്യമായോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ അങ്ങോട്ട് പോയപ്പം സൗഖ്യമായി, കുറച്ച് കഴിഞ്ഞപ്പോൾ വീണ്ടും പഴയത് വന്നു കാണും. പക്ഷേ ഇവന് ജീവിതകാലം മുഴുവൻ അവനോ അവൻ്റെ തലമുറയ്ക്കോ കുഷ്ഠമെന്ന് പറഞ്ഞ രോഗം വന്നു കാണില്ല. ഹല്ലേലൂയ. അവൻ്റെ 4 തലമുറ കഴിഞ്ഞാലും 1000 തലമുറ കഴിഞ്ഞാലും കുഷ്ഠരോഗി എന്നുള്ള പേരും ആ കുടുംബത്തിനകത്തുനിന്ന് മാറി കാണും. കാരണം എന്തെന്നറിയാമോ? അവൻ തിരിച്ച് മടങ്ങി വന്ന് ദൈവസന്നിധിയിൽ അതിന് സ്തോത്രം പറഞ്ഞു. നിങ്ങൾ ദൈവത്തിനോട് പറയേണ്ടത്, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്ത നന്മകൾക്ക് സ്തോത്രം പറഞ്ഞാൽ ഇന്ന് മുതൽ വീണ്ടും അത്ഭുതങ്ങൾ ആരംഭിക്കും. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് വീണ്ടും വീണ്ടും അടയാളങ്ങളെ ചെയ്യും. ദൈവം ഉണ്ട് എന്ന് നിനക്ക് പറയുവാൻ കഴിയും. അതേപോലെ സങ്കീർത്തനങ്ങൾ 77:11 പറയുന്നു, ഞാൻ യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും, നിന്റെ പണ്ടത്തെ അത്ഭുതങ്ങളെ ഞാൻ ഓർമ്മിക്കും. ഇന്നും ഞാൻ എന്ത് ചെയ്യും? യഹോവയുടെ പ്രവൃത്തികളെ വർണ്ണിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളും ഞാൻ പറയും. പണ്ട് എനിക്ക് കർത്താവ് ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ചും വർണ്ണിക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ചെയ്യുന്നത് ചെറുതായിരിക്കും, പണ്ട് ചെയ്തത് വലുതായിരിക്കും. പണ്ട് ചെയ്തത് ചെറുതായിരിക്കും, ഇപ്പോൾ ചെയ്യുന്നത് വലുതായിരിക്കും. ഏത് തന്നെ ആയാലും പണ്ട് എനിക്ക് വേണ്ടി ചെയ്തതും പറയും, ഇപ്പം എനിക്ക് ചെയ്തതും പറയും. ഹല്ലേലൂയ. നിങ്ങൾ പറയുന്നവരാണോ? ഹല്ലേലൂയ. അങ്ങനെ പറയുന്നവരാണെങ്കിൽ നിങ്ങളുടെ ദേശം കർത്താവ് നിങ്ങളുടെ കരങ്ങൾ തരും. സങ്കീർത്തനങ്ങൾ 78:4 പറയുന്നു, നാം നമ്മുടെ മക്കളോട് യഹോവയുടെ അത്ഭുതങ്ങളെ പറയണം. സങ്കീർത്തനങ്ങൾ 78:4 ഒന്ന് വായിച്ചാട്ടെ. സങ്കീർത്തനങ്ങൾ 78:4. നമ്മൾ നമ്മുടെ മക്കളോട് എന്ത് ചെയ്യണം? ദൈവം നമുക്ക് വേണ്ടി ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയണം. ഹല്ലേലൂയ. നമ്മുടെ കുഞ്ഞുങ്ങൾ ദൈവം ചെയ്ത കാര്യങ്ങൾ അറിയണം. ദൈവമുള്ളത് കൊണ്ടാണ് അവൻ്റെ അപ്പനും അമ്മയും ജീവനോടെ ഇരുന്നത്, അല്ലെങ്കിൽ ഇന്ന രീതിയിൽ ജീവിച്ചത്, ഇന്ന കാര്യങ്ങൾ കിട്ടിയെന്ന് ആര് പറഞ്ഞു കൊടുക്കണം? നമ്മൾ പറഞ്ഞു കൊടുക്കണം. ഇസ്രായേൽ മക്കളോട് യഹോവയായ ദൈവം പറഞ്ഞ ഒരൊറ്റ കാര്യമാണ്, തലമുറ കൈമാറി താൻ ചെയ്ത അത്ഭുതങ്ങളെക്കുറിച്ച് പറയണം. ഹല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾ ഓരോ തലമുറ മാറി 400 വർഷം ഇസ്രായേൽ ജനങ്ങൾ അടിമ വീട്ടിൽ കിടന്നു, മിസ്രൈമിനകത്ത് കിടന്നു. ഈ 4 തലമുറ കൈമാറി വന്നപ്പോഴും അവരുടെ ഉള്ളിലുള്ള ചിന്ത എന്തായിരുന്നു എന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ എൻ്റെ അപ്പച്ചൻ്റെ കാലഘട്ടത്തിൽ യഹോവ പ്രവർത്തിച്ചിട്ടുണ്ട്, ആ ദൈവം എനിക്ക് വേണ്ടിയും പ്രവർത്തിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ആ ദൈവത്തിൻ്റെ പ്രവൃത്തി ഞങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. ഹല്ലേലൂയ. ഇതെവിടെ നിന്നാണ് കഥ കേട്ടത്?
അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കൊടുത്ത കഥയാണ്. പക്ഷെ അവർ എവിടെ വെച്ചാണ് കേട്ടത്? അടിമ നുഖത്തിൽ കിടന്നുകൊണ്ട്. ഹല്ലേലൂയ. അപ്പനും അമ്മയും ചുള്ളപ്പണിയെടുത്തിട്ട് കഷ്ടപ്പെട്ട് കരഞ്ഞു വിളിച്ച് വരുന്ന സമയത്ത് മക്കളോട് പറയാൻ പറ്റുന്ന കാര്യമാണോ പറയണത്? അപ്പോൾ അവർ തിരിച്ചു ചോദിക്കൂലേ, അങ്ങനെ ഒരു ദൈവം ഉണ്ടെങ്കിൽ ആ ദൈവം എവിടെ? നമ്മൾ എന്തിനിപ്പോൾ അടിമ നുഖത്തിൽ കിടക്കുന്നു എന്ന് പറയുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും, അബ്രഹാമിനോട് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തതാണ് ഇപ്പോൾ സംഭവിക്കുന്നത്. നമുക്കൊരു വിടുതലുണ്ട്. നമ്മൾ കുഴിക്കാത്ത കിണറിൽ നിന്ന് നമ്മൾ കുടിക്കും. ഹല്ലേലൂയ. നമ്മൾ നടാത്ത കൃഷിഫലത്തിൽ നിന്ന് നമ്മൾ ഭക്ഷിക്കും. നമുക്ക് വേണ്ടി ഒരു ദേശം കർത്താവ് ഒരുക്കുന്നുണ്ട്. ഹല്ലേലൂയ. ഇസ്രായേൽ എന്നൊരു ഭവനം നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നുണ്ട്. കാനാൻ ദേശം അത് ആരൊക്കെ ഇന്ന് വന്നാലും ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ കരങ്ങളിൽ ആകുമെന്ന് അവർക്കൊരു പ്രത്യാശ ഉണ്ടായിരുന്നു. എവിടെ നിന്ന് ഈ പ്രത്യാശ കിട്ടി? അവരുടെ പിതാക്കന്മാർ മാതാക്കന്മാർ മക്കൾക്ക് പകർന്നു കൊടുത്തതാണ്. നിങ്ങളും എന്ത് ചെയ്യണം? നിങ്ങളുടെ ജീവിതത്തിനകത്ത് ദൈവം ചെയ്തത് നിങ്ങളുടെ മക്കളോട് പറയണം. ഹല്ലേലൂയ. പറയുക മാത്രമല്ല, നിങ്ങൾ ഭവനത്തിനകത്ത് ദൈവത്തെ വർണ്ണിക്കുന്നവരായി, സ്തുതിക്കുന്നവരായി, ആരാധിക്കുന്നവരായി തീരുമ്പോൾ, നിങ്ങളുടെ സ്വഭാവം മാറുമ്പോൾ, വാക്ക് മാറുമ്പോൾ, പ്രവൃത്തി മാറുമ്പോൾ എന്ത് ചെയ്യും? മക്കളും ദൈവത്തെ അറിയും. ഹല്ലേലൂയ. അങ്ങനെ ആരാധിക്കുന്നവരെ, സ്തുതിക്കുന്നവരുടെ ഭവനങ്ങളിനകത്ത് കർത്താവ് വീണ്ടും വീണ്ടും അത്ഭുതങ്ങൾ ചെയ്തുകൊണ്ടേ ഇരിക്കും. സങ്കീർത്തനങ്ങൾ 86:10 പറയുന്നു, നീ വലിയവനും അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്നുവല്ലോ, നീ മാത്രം ദൈവമാകുന്നു. ദൈവത്തിന് മാത്രം കഴിയുന്ന കാര്യമാണ് വലിയതും അത്ഭുതങ്ങളെയും പ്രവർത്തിക്കുവാൻ കഴിയുന്നത്. പല മേഖലകളിൽ ഇപ്പോൾ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്, അടയാളങ്ങൾ നടക്കുന്നുണ്ട്, ജനം ഓടിക്കൂടുന്നുണ്ട്. പക്ഷെ അതൊക്കെ കുറച്ച് കാലമേ നിലനിൽക്കൂ. എന്നാൽ ദൈവം ചെയ്യുന്ന അത്ഭുതം നിങ്ങളുടെ യുഗാനന്തരം നിങ്ങളുടെ തലമുറകൾ കൈമാറി വരുന്ന നന്മയിലേക്ക് പോകും. നിങ്ങളുടെ ജീവിതത്തിനകത്തുനിന്ന് അത് മാറിപ്പോവുക ഇല്ല. നിങ്ങൾ ദൈവത്തിന് കൊടുക്കുന്ന ആരാധനയും നിങ്ങൾ കർത്താവിന് കൊടുക്കുന്ന സ്തുതിയും നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായും ദൈവം നിങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങളും നിലനിൽക്കും. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പോസ്തല പ്രവൃത്തികൾ അതിൻ്റെ 14-ാം അധ്യായത്തിനകത്ത് പറയുന്നു, എന്നാൽ വളരെ കാലം അവിടെ പാർത്തു, കർത്താവിൽ ആശ്രയിച്ച് പ്രാബല്യത്തോടെ പ്രസംഗിച്ചു പോന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. ഹല്ലേലൂയ. പഴയ നിയമത്തിൽ ദൈവം പ്രവർത്തിച്ചതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം നമ്മളിലൂടെ പ്രവർത്തിക്കുന്നത്, നമ്മളിലൂടെ അത്ഭുതം ചെയ്യുന്നതിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് വേണ്ടി ക്രിസ്തു നമ്മളിൽ ഒരുവനായി ഈ ലോകത്ത് ജനിച്ച് വളർന്ന് 33.5 തിരുവയസ്സ് വരെ ജീവിച്ച് നമുക്ക് പകരക്കാരനായി കാൽവരി ക്രൂശിൽ മരിച്ച് നമ്മെ ഒരത്ഭുതമാക്കി ഈ ലോകത്ത് നിർത്തിയിരിക്കുകയാണ്. ഇന്ന് ഒരത്ഭുതം നടക്കണമെങ്കിൽ, ദൈവത്തിൽ ആശ്രയിച്ച് ഒരത്ഭുതം നടക്കണമെങ്കിൽ ദൈവം കൂടുതലും ചെയ്യുന്ന ദൈവ മനുഷ്യരിലൂടെയാണ്. ആ മനുഷ്യൻ ഞാനാണ്, ആ മനുഷ്യൻ നിങ്ങളാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശ്വാസം വരുന്നുണ്ടോ? കൃപയുടെ വചനം സത്യമെന്ന് കർത്താവ് വെളിപ്പെടുത്തും. കർത്താവ് പറയുന്നുണ്ട്, ഞാൻ അവരോടുകൂടെ ഇരിക്കും. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അവരോടുകൂടെ കർത്താവ് ഇരിക്കും. അതായത് നിങ്ങളെ കർത്താവ് പറഞ്ഞയച്ച് കർത്താവിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി നിങ്ങൾ അത്ഭുതങ്ങളും അടയാളങ്ങളെയും വർണ്ണിക്കുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മൗനമായിരുന്ന് ചെയ്യുവാൻ പറ്റുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളങ്ങനെ വർണ്ണിച്ച് ആരാധിച്ച് വരുമ്പോൾ നിങ്ങൾ പറയുന്ന വ്യക്തികൾ, നിങ്ങൾ യേശുവിനെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തികളുടെ ഇടയിൽ നിങ്ങളിലൂടെ കർത്താവ് ഈ നാളുകൾ അത്ഭുതം ചെയ്യും. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് 31-ാം തീയതി നമ്മൾ പഠിച്ചതാണ്. കർത്താവ് ചെയ്ത അത്ഭുതം കണ്ടിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ നമ്മുടെ പേര് വർധനവിനല്ല, ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ഈ സീസണിൽ ചില വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യാൻ പോകുന്നു. സാധാരണക്കാരെ കൊണ്ട് അസാധാരണമായ പ്രവൃത്തി ചെയ്യിക്കുമെന്ന് കർത്താവ് എന്ന് നമ്മളോട് പറഞ്ഞോ, അന്ന് മുതൽ ഈ സഭയുടെ അകത്ത് അത്ഭുതങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, അടയാളങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ, വീരപ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നും വിശ്വസിക്കുന്നു അതിനേക്കാളും എത്രയോ മടങ്ങ് ഈ ദിവസങ്ങൾ ഇതിനകത്ത് നടക്കും. ഹല്ലേലൂയ. സ്പോട്ട് ഡെലിവറൻസുകൾ ഇതിനകത്ത് നടക്കും. ഹല്ലേലൂയ. അത്ഭുതങ്ങളും അടയാളങ്ങളും വീരപ്രവൃത്തികളും ഇതിനകത്ത് നടക്കും. കർത്താവിൻ്റെ വലിയ കരം ഈ നാളുകൾ ചലിക്കും. പൗലോസ് അപ്പോസ്തലനായിരുന്ന സമയത്ത് പൗലോസ് അപ്പോസ്തലൻ്റെ കൂടെ ആര് ചലിച്ചു? കർത്താവ് ആശ്രയിച്ച് പ്രാബല്യത്തോടെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു. അവൻ തൻ്റെ കൃപയുടെ വചനത്തിന് സാക്ഷി നിന്നു. അവരുടെ കയ്യാൽ അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ വരം നൽകി. അവരെ മാനിച്ചതുപോലെ ഈ നാളുകളിൽ നിങ്ങൾ കർത്താവിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും സ്തുതികളും
സ്വോത്രം എന്ന് പറഞ്ഞാൽ അതര യാഗത്തോടെ കൽപ്പിക്കുകയും അതിനെ ആരാധിക്കുകയും മറ്റ് വ്യക്തികളോട് പറയുകയും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ പ്രിയമുള്ളവരെ, ഈ നാളുകളിൽ നിങ്ങളുടെ കരങ്ങളിലൂടെയും ദൈവപ്രവൃത്തി വെളിപ്പെടും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവം അത്ഭുതം ചെയ്യാൻ ഇതിനകത്ത് കടന്നു വന്നിട്ടുണ്ട്. ആ കർത്താവിൻ്റെ സന്നിധിയിൽ എല്ലാവർക്കും എഴുന്നേൽക്കാം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി ഇതിനകത്ത് വെളിപ്പെടും. നിങ്ങളുടെ കരങ്ങളെ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുത്താട്ടെ. പൂർണ്ണമായും